ഹായ് ഓൾ, ഇന്ന് നമ്മൾ PYQ ക്വസ്റ്റ്യൻസിൻ്റെ തേർഡ് പാർട്ടിലേക്കാണ് പോകുന്നത്. സോ കാറ്റ് അസിസ്റ്റന്റിന്റെ PYQ ആണ് നമ്മൾ ഈ വട്ടം നോക്കുന്നത്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഇതിൽ 51st ക്വസ്റ്റ്യൻ ആണ്. ഗ്രാം ന്യായാലയ അണ്ടർ ദ ഗ്രാം ന്യായാലയ ആക്ട് 2008 ഇസ് എസ്റ്റാബ്ലിഷ്ഡ്. എങ്ങനെയാണ് ഗ്രാം ന്യായാലയ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഫസ്റ്റ് ഓപ്ഷൻ, ഹൈക്കോർട്ട് ക്യാൻ എസ്റ്റാബ്ലിഷ് ഗ്രാം ന്യായാലയാസ്. ഓപ്ഷൻ ബി, സ്റ്റേറ്റ് ഗവൺമെന്റ് ക്യാൻ എസ്റ്റാബ്ലിഷ് ഗ്രാം ന്യായാലയാസ്. ഓപ്ഷൻ സി, High Court can establish Gram Nyayalayas in consultation with the state government. And option D, the state government can establish Gram Nyayalayas in consultation with the High Court. ഇതിനകത്ത് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ദ സ്റ്റേറ്റ് ഗവൺമെന്റ് ക്യാൻ എസ്റ്റാബ്ലിഷ് ഗ്രാം ന്യായാലയാസ് ഇൻ കൺസൾട്ടേഷൻ വിത്ത് ഹൈക്കോർട്ട് എന്നാണ് ആൻസർ വരുന്നത്. ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, the Gram Nyayalaya Act 2008 was enacted to provide justice at the grassroots level. Okay, grassroots level justice കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ ഗ്രാം ന്യായാലയ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. എസ്പെഷ്യലി എവിടെയാണ്? റൂറൽ ഏരിയാസിൽ ഈ പറഞ്ഞ കോർട്ടുകൾ അല്ലെങ്കിൽ അങ്ങനെ ഇപ്പം എല്ലാവർക്കും ഈ ഹൈക്കോർട്ട് അല്ലെങ്കിൽ വലിയ വലിയ കോടതിയിൽ പോകാൻ അല്ലെങ്കിൽ മേൽക്കോടതിയിൽ പോകാൻ പറ്റണം എന്നില്ല. അപ്പൊ അങ്ങനെയുള്ള സമയത്താണ് നമ്മൾ ഈ ഗ്രാം ന്യായാലയ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. ബൈ സെറ്റിംഗ് അപ്പ് മൊബൈൽ വില്ലേജ് കോർട്ട്സ് നോൺ ആസ് ഗ്രാം ന്യായാലയ. നൗ who has the power to establish ഗ്രാം ന്യായാലയാസ്? ഈ ഗ്രാം ന്യായാലയ എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള പവർ ആർക്കാണുള്ളത്? The state government has the authority to establish ഗ്രാം ന്യായാലയ. അത് എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള അതോറിറ്റി ഉള്ളത് സ്റ്റേറ്റ് ഗവൺമെന്റിനാണ്. However, before doing so, the state government must consult. ആരെ കൺസൾട്ട് ചെയ്യണം? വിത്ത് ദ ഹൈക്കോർട്ട്. ഹൈക്കോർട്ടുമായിട്ട് കൺസൾട്ട് ചെയ്തിട്ട് വേണം സ്റ്റേറ്റ് ഗവൺമെന്റ് അതിന് അതോറിറ്റി കൊടുക്കാൻ പറ്റുള്ളൂ. ദിസ് മീൻസ് ദ സ്റ്റേറ്റ് ഗവൺമെന്റ് കനോട്ട് ഇൻഡിപെൻഡന്റ്ലി സെറ്റ് ദം അപ്പ് വിത്തൗട്ട് ഇൻവോൾവിംഗ് ദ ഹൈക്കോർട്ട്. ഹൈക്കോർട്ടിനെ ഇൻവോൾവ് ചെയ്യിപ്പിക്കാണ്ട് സ്റ്റേറ്റ് ഗവൺമെന്റിന് ഇൻഡിപെൻഡന്റ്ലി ചെയ്യാൻ പറ്റില്ല. ഹൈക്കോർട്ടിന്റെ കൺസൾട്ട് എടുത്തതിന് ശേഷം മാത്രമേ ചെയ്യാനായിട്ട് പറ്റുള്ളൂ, അതോറിറ്റി കൊടുക്കാൻ പറ്റുള്ളൂ. നൗ വൈ ഇസ് കൺസൾട്ടേഷൻ വിത്ത് ദ ഹൈക്കോർട്ട് റിക്വയർഡ്? എന്തുകൊണ്ടാണ് ഹൈക്കോടതിയുടെ കൺസൾട്ടേഷൻ ആവശ്യമായി വരുന്നത്? അതിന് ഫസ്റ്റ് റീസൺ ആണ് ജുഡീഷ്യൽ അപ്പോയിന്റ്മെന്റ്സ്. ദ ന്യായാധികാരി എന്ന് പറഞ്ഞാൽ ആരാണ്? ഗ്രാം ന്യായാലയയുടെ ജഡ്ജിനെയാണ് നമ്മൾ ന്യായാധികാരി എന്ന് പറയുന്നത്. is a judicial officer. So the High Court's role is crucial in approving appointments. അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്പോയിന്റ്മെന്റിൽ ഹൈക്കോർട്ടിന്റെ ജഡ്ജ്മെന്റ് അല്ലെങ്കിൽ ഹൈക്കോർട്ടിന്റെ റോൾ എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി ക്രൂഷ്യൽ ആയിരിക്കും. Then jurisdiction and location. The High Court helps decide where the Gram Nyayalaya should be set up, how many villages it shall cover and its jurisdiction. അതായത് ഏത് ലൊക്കേഷനിൽ വരണം ആൻഡ് ഏതൊക്കെ ജുറിസ്ഡിക്ഷൻ അത് കവർ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നതും അല്ലെങ്കിൽ തീരുമാനിക്കുന്നത് ആരാണ്? ഹൈക്കോർട്ടാണ്. Then judicial control. The Gram Nyayalayas function under the supervision and control of the High Court to maintain judicial independence and standards. ഗ്രാം ന്യായാലയ ഫംഗ്ഷൻ ചെയ്യുന്നത് ആരുടെ അണ്ടറിലാണ്? ഹൈക്കോർട്ടിന്റെ സൂപ്പർവിഷനിലും കൺട്രോളിലുമാണ് നടക്കുന്നത്. സോ എന്തിനു വേണ്ടിയിട്ടാണ്? ടു മെയിൻറ്റെയിൻ ജുഡീഷ്യൽ ഇൻഡിപെൻഡൻസും സ്റ്റാൻഡേർഡും മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹൈക്കോർട്ട് എന്ത് ചെയ്യുന്നത്? ഈ ഗ്രാം ന്യായാലയനെ സൂപ്പർവൈസ് ചെയ്യുകയും അതുപോലെ തന്നെ കൺട്രോൾ ചെയ്യുകയും ചെയ്യുന്നത്. അപ്പം ഈ റീസൺസ് കൊണ്ടാണ് നമ്മൾ പറയുന്നത് ദാറ്റ് ഹൈക്കോർട്ടിന്റെ കൺസൾട്ടേഷന് ശേഷം മാത്രമേ സ്റ്റേറ്റ് ഗവൺമെന്റിന് അതിൽ അഭിപ്രായം പറയാൻ പറ്റുള്ളൂ. ഇനി നമ്മൾ ബാക്കിയുള്ള ഓപ്ഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഓപ്ഷൻ എയിൽ എന്താ പറയുന്നത്? ഹൈക്കോർട്ട് ക്യാൻ എസ്റ്റാബ്ലിഷ് ഗ്രാം ന്യായാലയ എന്നുള്ളത് അത് പാർട്ട്ലി ട്രൂ ആണ് അല്ലേ? കാരണം ഹൈക്കോർട്ടിന് എന്ത് ചെയ്യാനേ പറ്റുള്ളൂ? എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റൂ. ഹൈക്കോർട്ട് കനോട്ട് എസ്റ്റാബ്ലിഷ് ദം. ഇറ്റ് ഓൺലി സൂപ്പർവൈസസ് ഓർ ജുഡീഷ്യൽ കൺസൾട്ടേഷൻ മാത്രമേ കൊടുക്കുള്ളൂ. സോ ആ ഒരു ഓപ്ഷൻ തെറ്റാണ്. ദെൻ സ്റ്റേറ്റ് ഗവൺമെന്റ് ക്യാൻ എസ്റ്റാബ്ലിഷ് ഗ്രാം ന്യായാലയ, അതാണ് പാർട്ട്ലി ട്രൂ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ. ബിക്കോസ് സ്റ്റേറ്റ് ഗവൺമെന്റ് എന്ത് ചെയ്യാൻ പറ്റും? കൺസൾട്ട് ചെയ്യാൻ അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റും. പക്ഷെ ആരുടെ കൺസൾട്ടേഷൻ വേണം? ഹൈക്കോർട്ടിന്റെ കൺസൾട്ടേഷൻ വേണം. ദാറ്റ് ഈസ് മാൻഡേറ്ററി. സോ അതൊരു ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ആൻസർ ആണ്. ഇനി തേർഡ് ഓപ്ഷൻ, ഹൈക്കോർട്ട് ക്യാൻ എസ്റ്റാബ്ലിഷ് ഇൻ കൺസൾട്ടേഷൻ വിത്ത് സ്റ്റേറ്റ് ഗവൺമെന്റ്. അതെന്താണ്? തെറ്റാണ്. കാരണം തിരിച്ചാണ് വരുന്നത്.
ഹൈക്കോർട്ട് അല്ല എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന, സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. കൺസൾട്ട് ചെയ്യുന്നത് ആരാണ്? ഹൈക്കോർട്ടാണ് കൺസൾട്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് 52nd question. Which of the following statements regarding permanent injunction under the Specific Relief Act 1963 is correct? Correct ആയിട്ടുള്ള ആൻസർ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഫസ്റ്റ്, permanent injunction can be granted even if damages are an adequate remedy. Option B, permanent injunction cannot be granted to restrain illegal acts. Option C, permanent injunction can be granted to prevent breach of contract where damages are inadequate. And option D, permanent injunction is discretionary only if temporary injunction is granted. ഇതിനകത്ത് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ഏതാണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. കറക്റ്റ് ഓപ്ഷൻ ഏതാ വരുന്നത്? ഓപ്ഷൻ സി ആണ്. പെർമനന്റ് ഇൻജങ്ഷൻ ക്യാൻ ബി ഗ്രാൻഡഡ് ടു പ്രിവെന്റ് ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് വെയർ ഡാമേജസ് ആർ ഇൻആഡിക്വേറ്റ്. അതായത് പെർമനന്റ് ഇൻജങ്ഷൻ നമുക്ക് എപ്പോഴാണ് കൊടുക്കാൻ പറ്റുന്നത്? ഈവൻ പൈസ കൊടുത്തു കഴിഞ്ഞാലും ഡാമേജസ് അവിടെ ഫുൾഫിൽ ആകില്ല, അല്ലെങ്കിൽ അയാൾക്ക് ഉണ്ടാകുന്ന നഷ്ടം അവിടെ തീരണില്ല എന്ന് കാണുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? പെർമനന്റ് ഇൻജങ്ഷന് കൊടുക്കുന്നതായിരിക്കും. ഇത് പറയുന്നത് ഏത് സെക്ഷൻ ആണ്? സെക്ഷൻ 38 ഓഫ് ദ സ്പെസിഫിക് റിലീഫ് ആക്ട് 1963 പറയുന്നത് a permanent injunction may be granted when there is a breach of obligation or contract and damages എന്ന് പറഞ്ഞാൽ എന്താ? മണി കോമ്പൻസേഷൻ ആണ് നമ്മൾ ഡാമേജസ് എന്ന് പറയുന്നത്. ഡാമേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഉണ്ടായ എന്തെങ്കിലും, നമ്മുടെ എന്തെങ്കിലും പ്രോപ്പർട്ടിക്ക് എന്തെങ്കിലും പറ്റുകയാണെന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും പറ്റിയ നമ്മൾ എന്ത് പറയും? ഡാമേജസ് സംഭവിച്ചു എന്ന് പറയും. എന്നാൽ ലോയിൽ നമ്മൾ ഡാമേജസ് എന്ന് പറഞ്ഞാൽ മണി കോമ്പൻസേഷൻ ആണ് ഡാമേജസ് എന്ന് പറയുന്നത്. അത് നമ്മൾ ടോട്ടൽ പഠിക്കും. ആർ നോട്ട് സഫിഷ്യന്റ് ടു പ്രൊവൈഡ് റിലീഫ്. So if only giving money cannot undo the harm, the court can permanently stop the other party from continuing the wrongful act. അതായത് നമ്മൾ പൈസ കൊടുത്തു, ഞാൻ കാരണം മറ്റൊരാൾക്ക് ഇപ്പൊ ഒരു ബുദ്ധിമുട്ടുണ്ടായി, പക്ഷെ ഞാൻ അയാൾക്ക് പൈസ കൊടുത്തു കഴിഞ്ഞാലും ആ ബുദ്ധിമുട്ട് അവിടെ അവസാനിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ എന്ത് കോടതി തീരുമാനിക്കും? ഒരു പെർമനന്റ് ഇൻജങ്ഷൻ തീരുമാനിക്കും. അതായത് ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോ ഏതെങ്കിലും ഒരു ഫാക്ടറി, ഓക്കെ, ഏതെങ്കിലും ഒരു റെസിഡൻഷ്യൽ ഏരിയയുടെ അടുത്ത് കൊണ്ടുപോയിട്ട് ഒരു ഫാക്ടറി തുടങ്ങി എന്ന് വിചാരിച്ചോ. അപ്പം അതിന്റെ അപ്പുറത്ത്, എന്റെ ഫാക്ടറിയുടെ തൊട്ടപ്പുറത്ത് ഒരാൾ താമസിക്കുന്നുണ്ട്. അപ്പൊ എന്റെ ഫാക്ടറി കാണാൻ അയാൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ട്. ഞാൻ ആ ബുദ്ധിമുട്ടിന് അയാൾക്ക് കുറച്ച് പൈസ കൊടുത്താലും ആ ബുദ്ധിമുട്ട് മാറില്ല, കാരണം അയാൾക്ക് ഇനി അവിടെ താമസിക്കേണ്ടതാണ്. ഈ ബുദ്ധിമുട്ട് എന്ന് വെച്ചാൽ അയാൾ ലൈഫ് ലോങ് അത് ഇതാക്കേണ്ടി വരും. സോ അങ്ങനെയുള്ള സാഹചര്യത്തിൽ കോടതി എന്ത് പറയും? എന്നോട് നിർത്താൻ പറയും. എനിക്കവിടെ ഇൻജങ്ഷൻ, പെർമനന്റ് ഇൻജങ്ഷൻ തരാൻ പറ്റും. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ് കോടതി എന്ത് ചെയ്യുന്നത്? പൈസ കൊടുത്തിട്ടും അവിടെ ആ ഒരു നഷ്ടം അല്ലെങ്കിൽ ആ ഒരു ആൾക്ക് ഉണ്ടാക്കുന്ന ഇമ്പാക്ട് അവിടെ കുറയുന്നില്ല എന്നുണ്ടെങ്കിൽ പെർമനന്റ് ഇൻജങ്ഷൻ കൊടുക്കുന്നതായിരിക്കും. ബാക്കിയുള്ള ഓപ്ഷൻസ് നോക്കുമ്പോൾ പെർമനന്റ് ഇൻജങ്ഷൻ ക്യാൻ ബി ഗ്രാൻഡഡ് ഈവൻ ഇഫ് ഡാമേജസ് ആർ ആൻ ആഡിക്വേറ്റ് റെമഡി. അതായത് കൊടുക്കുന്ന പൈസ ഒരു ആഡിക്വേറ്റ് റെമഡി ആണെന്നുണ്ടെങ്കിൽ പിന്നെ പെർമനന്റ് ഇൻജങ്ഷൻ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഇഫ് ഡാമേജസ് ആർ ആഡിക്വേറ്റ് ആണെന്നുണ്ടെങ്കിൽ ഇൻജങ്ഷൻ അവിടെ ഗ്രാൻഡ് ചെയ്യില്ല. ഞാൻ കൊടുത്ത പൈസ കൊണ്ട് അവർക്ക് അവരുടെ ഉണ്ടായ നഷ്ടം ഫുൾഫിൽ ആയി എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നഷ്ടം നികത്താൻ പറ്റിയെന്നുണ്ടെങ്കിൽ പിന്നെ എനിക്ക് ഇൻജങ്ഷൻ തരേണ്ട ആവശ്യമില്ല. അടുത്തതാണ്, പെർമനന്റ് ഇൻജങ്ഷൻ കനോട്ട് ബി ഗ്രാൻഡഡ് ടു റിസ്ട്രെയിൻ ഇല്ലീഗൽ ആക്ട്സ്. അതും തെറ്റാണ്. ഇഫ് എൻ ആക്ട് ഈസ് ഇല്ലീഗൽ, കോർട്ട് ക്യാൻ ഗ്രാൻഡ് ഇൻജങ്ഷൻ ടു സ്റ്റോപ്പ് ഇറ്റ്. ആ ഓപ്ഷനും തെറ്റാണ്. Then permanent injunction is discretionary only if temporary injunction is granted. അത് തെറ്റാണ്. ഒരു പെർമനന്റ് ഇൻജങ്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് ഒരിക്കലും ഒരു ഈ പറഞ്ഞ ടെമ്പററി ഇൻജങ്ഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം പെർമനന്റ് ഇൻജങ്ഷൻ എന്താണ്? ഇറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ആൻഡ് ഡിസ്ക്രിഷണറി ആണ്, നോൺ ഡിപെൻഡ് ഓൺ ദി ഗ്രാൻഡ് ഓഫ് ടെമ്പററി ഇൻജങ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 53rd ക്വസ്റ്റ്യൻ ആണ്. Which of the following is not subject to condonation of delay under Section 5 of the Limitation Act 1963? ഏതിനാണ് കണ്ടോനേഷൻ ഓഫ് ഡിലേ കിട്ടാത്തത് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ സ്യൂട്ട്, ഓപ്ഷൻ ബി അപ്പീൽ, ഓപ്ഷൻ സി ആപ്ലിക്കേഷൻ, ഓപ്ഷൻ ഡി നൺ ഓഫ് ദി അബവ്. ഇതിൽ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ സ്യൂട്ട് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. സ്യൂട്ടിന് എന്ത് കിട്ടില്ല? കണ്ടോനേഷൻ കിട്ടില്ല. സ്യൂട്ട് നമ്മൾ ഫയൽ ചെയ്യാൻ താമസിച്ചു കഴിഞ്ഞാൽ കോടതി അത് പിന്നെ എന്ത് റീസൺ ആണെന്ന് പറഞ്ഞാലും അതിനൊരു ഇളവ് തരുന്നതായിരിക്കില്ല. Under Section 5 of the Limitation Act 1963,
Delay can be condoned only in appeals and applications if sufficient cause is shown. അതായത് ഞാനിപ്പോ ഒരു കേസ് കൊടുത്തു, അതിന് എനിക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളൊരു എന്താ പറയാ വിധിയല്ല വന്നത്, ഒരു ജഡ്ജ്മെന്റ് അല്ലെങ്കിൽ ഡിസിഷൻ അല്ല വന്നത് എന്നുണ്ടെങ്കിൽ അപ്പോഴാണല്ലോ ഞാൻ ഒന്നെങ്കിൽ അപ്പീൽ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ഒക്കെ കൊടുക്കുന്നത്. പക്ഷെ അതിനൊരു ഡിലേ വന്നു, എന്തെങ്കിലും ഒരു റീസൺ കാരണം ഡിലേ വന്നു കഴിഞ്ഞാൽ ഞാൻ കോടതിയിൽ പോയിട്ട് പറയണം ഇന്ന റീസൺ കൊണ്ട് എനിക്ക് കറക്റ്റ് സമയത്ത് ചെയ്യാൻ പറ്റിയില്ല എന്ന് പറഞ്ഞാലും സെക്ഷൻ 5 ഓഫ് ദ ലിമിറ്റേഷൻ ആക്ട് വഴി എന്ത് ചെയ്യും, ആ ഡിലേ കോടതി കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ എടുക്കും, സഫീഷ്യന്റ് കോസ് ആണ് എന്നുണ്ടെങ്കിൽ. പക്ഷേ ഇറ്റ് ഡസ് നോട്ട് അപ്ലൈ ടു സ്യൂട്ട്സ്. ഞാൻ ആദ്യമായിട്ട് ഫയൽ ചെയ്യുന്ന ആ ഒരു കേസിൽ സ്യൂട്ടില്ലേ, അതിനിത് അപ്ലൈ ചെയ്യില്ല. ഡിലേ ഇൻ ഫയലിംഗ് എ സ്യൂട്ട് കനോട്ട് ബി കണ്ടോൺഡ്. ഒരു കേസ് ഞാൻ ആദ്യമായിട്ട് ഫയൽ ചെയ്യാൻ പോകുമ്പോൾ അത് ലേറ്റ് ആയി കഴിഞ്ഞാൽ ആൻഡ് ലിമിറ്റേഷൻ വഴി ബാർ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഒരിക്കലും എന്തെങ്കിലും ഈ പറഞ്ഞ റീസൺ പറഞ്ഞത് ഇപ്പം സഫീഷ്യന്റ് കോസ് ആണെങ്കിൽ എനിക്ക് പോയി പറഞ്ഞിട്ട് കിട്ടാൻ സെക്ഷൻ 5 വഴി എനിക്ക് കിട്ടില്ല. സോ സ്യൂട്ട് ഈസ് നോട്ട് സബ്ജക്ട് ടു കണ്ടനേഷൻ ഓഫ് ഡിലേ. കാരണം ലിമിറ്റേഷൻ ആക്ട് വഴി ബാർ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ, അത് ബാർഡ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്കൊന്നും അവിടെ പോയിട്ട് അത് കണ്ടനേഷൻ ഓഫ് ഡിലേയിൽ പോവില്ല. സോ സ്യൂട്ട് ആണ് ആൻഡ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. When an appeal against an ex parte degree has been disposed of, a separate application under order 9 rule 13 എന്താണ്? Option A is barred. Option B can still be filed. Option C must be filed before appeal. Option D must be filed within 30 days. അതായത് ഒരു അപ്പീൽ കൊടുത്തു, എക്സ് പാർട്ടി ഡിഗ്രിക്ക് അഗേൻസ്റ്റ് ഒരു അപ്പീൽ കൊടുത്തു, ആൻഡ് എന്ത് സംഭവിച്ചു, ഹാസ് ബീൻ ഡിസ്പോസ്ഡ്, അത് ഡിസ്പോസ് ആവുകയും ചെയ്തു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ എക്സ് പാർട്ടി ഡിഗ്രിക്ക് എതിരെ ഒരു അപ്പീൽ കൊടുത്തു ആൻഡ് അത് ഡിസ്പോസ് ആയി, കോടതി അത് ഡിസ്പോസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്കൊരു സെപ്പറേറ്റ് ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യാൻ പറ്റുമോ? ഇല്ല, ഇറ്റ് ഈസ് ബാർഡ് ആണ്. അതിനകത്തും ഓപ്ഷൻ എ ആണ് വരുന്നത്, ഇറ്റ് ഈസ് ബാർഡ്, ബിക്കോസ് ഓൾറെഡി കോടതി അത് ഡിസ്പോസ് ചെയ്തതായതുകൊണ്ട്. When an appeal against ex parte degree has already been heard and disposed of, then a separate application under Order 9 Rule 13 CPC to set aside that ex parte degree is barred. Order 9 Rule 13 of CPC എന്താ പറയുന്നത്? എക്സ് പാർട്ടി ഡിഗ്രി സെറ്റ് അസൈഡ് ചെയ്യാൻ, മാറ്റി വെക്കാൻ, സെറ്റ് അസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഓർഡർ 9 Rule 13 വഴി ആപ്ലിക്കേഷൻ കൊടുക്കുന്നത്. പക്ഷെ ഓൾറെഡി ഞാൻ കൊടുത്ത അപ്പീല് എന്ത് ചെയ്തു, കോടതി ഡിസ്പോസ് ചെയ്ത് കഴിഞ്ഞ് പിന്നെ എനിക്ക് വീണ്ടും എക്സ് പാർട്ടി ഡിഗ്രി മാറ്റാൻ പറ്റുമോ എന്ന് പറഞ്ഞിട്ട് കോടതിയിൽ കൊടുക്കാൻ പറ്റുമോ? ഇല്ല. This is because once the appellate court has decided the matter, the original ex parte degree merges with the appellate degree. So an order 9 Rule 13 application cannot be filed afterwards. അതിനുശേഷം എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പിന്നെയും പോയിട്ട് കൊടുക്കാനായിട്ട് പറ്റില്ല, അത് ബാർഡ് ആണ്. നെക്സ്റ്റ് 55th question ആണ്. The distinction between strict liability and absolute liability is that absolute liability excludes the defense of option A, contributory negligence, option B, act of God, option C, consent, and option D, all of the above. സ്ട്രിക്ട് ലയബിലിറ്റിയും ആബ്സലൂട്ട് ലയബിലിറ്റിയും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ആബ്സലൂട്ട് ലയബിലിറ്റി എന്തൊക്കെ എക്സ്ക്ലൂഡ് ചെയ്യുന്നു? ഓൾ ഓഫ് ദി എബോ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇതൊന്നും ആബ്സലൂട്ട് ലയബിലിറ്റിയിൽ ഇൻക്ലൂഡഡ് ആകണില്ല. അണ്ടർ സ്ട്രിക്ട് ലയബിലിറ്റി ആണെന്നുണ്ടെങ്കിൽ ദ ഡിഫെൻഡന്റ് ക്യാൻ എസ്കേപ്പ് ലയബിലിറ്റി. ഓക്കെ, സ്ട്രിക്ട് ലയബിലിറ്റിയുടെ അണ്ടറിൽ എന്ത് ചെയ്യാൻ പറ്റും? ഡിഫെൻഡന്റിന് ഈ ആക്ട് ഓഫ് ഗോഡ് ആയിരുന്നു, അല്ലെങ്കിൽ കൺസെന്റ് ഓഫ് ദ പ്ലെയിന്റിഫിന്റെ കൺസെന്റോട് കൂടിയാണ് ഞാൻ ചെയ്തത്, അല്ലെങ്കിൽ കോൺട്രിബ്യൂട്ടറി നെഗ്ലിജൻസ്, രണ്ട് പാർട്ടിയുടെ ഭാഗത്തുനിന്നും, അതായത് ഡിഫെൻഡന്റിന്റെ കയ്യിൽ നിന്നും പ്ലെയിന്റിഫിന്റെ കയ്യിൽ നിന്നും തെറ്റുണ്ടായിരുന്നു, അതാണ് കോൺട്രിബ്യൂട്ടറി നെഗ്ലിജൻസ്. രണ്ടുപേരുടെ ഭാഗത്തും തെറ്റുണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് അതൊരു ഡിഫെൻസ് ആക്കി എടുക്കാൻ പറ്റും. ദെൻ ആക്ട് ഓഫ് തേർഡ് പാർട്ടി, മറ്റൊരാളുടെ തെറ്റു കാരണമാണ് ഇത് ഉണ്ടായത് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് സ്ട്രിക്ട് ലയബിലിറ്റിയുടെ അണ്ടറിൽ ഡിഫെൻസ് എടുക്കാനായിട്ട് പറ്റും. പക്ഷേ സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റിയും ഒരു ഡിഫെൻസ് ആണ്. പക്ഷേ ആബ്സലൂട്ട് ലയബിലിറ്റിയിൽ എനിക്ക് ഒരു ഡിഫെൻസും എടുക്കാൻ പറ്റില്ല, ബിക്കോസ് ഐ എം ആബ്സലൂട്ട്ലി ലയബിൾ. അതിന്റെ ഒരു കേസാണ് MC മെഹ്ത്ത വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യയിൽ ആബ്സലൂട്ട് ലയബിലിറ്റിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അതിനകത്ത് ഓലിയം ഗ്യാസ് ലീക്ക് ഉണ്ടായ ഒരു കേസാണ് MC മെഹ്ത്ത വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യയിൽ പറയുന്നത്. ഇവിടെ എന്താണ്? നോ ഡിഫെൻസ് ഇസ് അലൗഡ് അറ്റ് ഓൾ, നോട്ട് ഈവൻ ആക്ട് ഓഫ് ഗോഡ് ഓർ കൺസെന്റ് ഓഫ് പ്ലെയിന്റിഫിന്റെ കൺസെന്റ് ഉണ്ടെന്നോ അല്ലെങ്കിൽ പ്ലെയിന്റിഫിന്റെ നെഗ്ലിജൻസ് ഉണ്ടെന്നോ അല്ലെങ്കിൽ ആക്ട് ഓഫ് ഗോഡ് ആണെന്നോ
ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല ആബ്സല്യൂട്ട് ലയബിലിറ്റി ആയി കഴിഞ്ഞാൽ. അതുകൊണ്ട് ആബ്സല്യൂട്ട് ലയബിലിറ്റി എക്സ്ക്ലൂഡ്സ് ഓൾ ഡിഫൻസസ് അവൈലബിൾ അണ്ടർ സ്ട്രിക്ട് ലയബിലിറ്റിയിൽ കിട്ടുന്ന ഡിഫൻസ് ഒന്നും നമുക്ക് ആബ്സല്യൂട്ട് ലയബിലിറ്റിയിൽ കിട്ടില്ല. അതുകൊണ്ട് all of the above ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which of the following shall be deemed to have been directly and substantially in issue in a former suit? ഒരു ഫോമർ സ്യൂട്ടിൽ ഏതൊക്കെ ഓപ്ഷൻസ് ആണ് ഡയറക്ട്ലി ആൻഡ് സബ്സ്റ്റാൻഷ്യലി ഇഷ്യൂ വരേണ്ടത്? ഓപ്ഷൻ എ, only matters expressly pleaded. Option B, only matters admitted by the defendant. Option C, matters which might and ought to have been raised as ground of defense or attack. Option D, matters raised by third parties. ഇന്നത്തെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. മാറ്റേഴ്സ് വിച്ച് മൈറ്റ് ആൻഡ് ഔട്ട് ടു ഹാവ് ബീൻ റേസ്ഡ് ആസ് ഗ്രൗണ്ട് ഓഫ് ഡിഫൻസ് ഓർ അറ്റാക്ക്. അതിന്റെ എക്സ്പ്ലനേഷൻ ആണ്. ദിസ് ക്വസ്റ്റ്യൻ റിലേറ്റ്സ് ടു ദ ഡോക്ട്രിൻ ഓഫ് റെസ് ജുഡിക്കാറ്റെ ആണ്. അണ്ടർ സെക്ഷൻ 11 ഓഫ് CPC-യിലാണ് നമ്മൾ റെസ് ജുഡിക്കാറ്റേനെ പറ്റിയിട്ട് പറയുന്നത്. സോ അക്കോർഡിംഗ് ടു എക്സ്പ്ലനേഷൻ 4 ടു സെക്ഷൻ 11 CPC എന്താണ് പറയുന്നത്? Any matter which might have been raised and ought to have been raised as a ground of defense or attack in the former suit shall be deemed to have been directly and substantially in issue in the suit. ഓക്കെ, ഇത് ബേസിക്കലി റെസ് ജുഡിക്കാറ്റ് എന്തിനാ പറയുന്നതെന്ന് വെച്ചാൽ, ഇപ്പൊ ഞാനൊരു കേസ് ഫയൽ ചെയ്തു ആൻഡ് ഞാൻ 2-3 പോയിന്റ്സ് ആ കേസിൽ പ്രധാനപ്പെട്ട 2-3 പോയിന്റ്സ് പറയാൻ വിട്ടുപോയെന്ന് വിചാരിച്ചോ. ആൻഡ് അതിന്റെ വാദങ്ങളൊക്കെ കേൾക്കുന്നൊക്കെ കഴിഞ്ഞ് ചിലപ്പോൾ വിധിയൊക്കെ വന്ന് കഴിഞ്ഞിട്ടുണ്ടാവും. അത് കഴിഞ്ഞിട്ട് എനിക്ക് പിന്നെയും പോയിട്ട് ആഡ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഞാൻ അന്ന് അത് പറയാൻ മറന്നുപോയി, ഇതും കൂടി ഇന്നും ആഡ് ചെയ്യുന്നു, പിന്നീട് പോയിട്ട് എനിക്ക് പറയാൻ പറ്റില്ല. ബിക്കോസ് ഓൾറെഡി അതിന്റെ പറയേണ്ടതൊക്കെ ഞാൻ പറഞ്ഞ് കഴിയേണ്ട അവസരങ്ങളൊക്കെ കഴിഞ്ഞു. സോ അപ്പോഴാണ് നമ്മൾ റെസ് ജുഡിക്കാറ്റ് പറയുന്നത് ദാറ്റ് ആ സമയത്ത് ഇത് പറഞ്ഞില്ല, അല്ലെങ്കിൽ എങ്ങനെയാണ് കോടതി അതിനെ കാണുന്നത്, ഇതൊക്കെ ഓൾറെഡി പറഞ്ഞു എന്നുള്ള രീതിയിലാണ് കാണുന്നത്. അതായത് പറയേണ്ട സമയത്ത് പറയണമായിരുന്നു, ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, അങ്ങനത്തെ ഒരു രീതിയിൽ. ഇതെന്തിനെ കൊണ്ടുവന്നതെന്ന് വെച്ചാൽ, അങ്ങനെ ഒരു റെസ് ജുഡിക്കാറ്റ് എന്ന് പറഞ്ഞ നിയമം ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിച്ചേനെ? ഒരു കേസും എവിടെ എത്തില്ല, പിന്നെയും ഇതിങ്ങനെ നീണ്ടു വലിഞ്ഞ് പോയേനൊക്കെ. പുതിയ പോയിന്റ്സ് ആഡ് ചെയ്ത് അങ്ങനെ പോയേനെ. അത് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു റെസ് ജുഡിക്കാറ്റ എന്ന് പറഞ്ഞൊരു സംഭവം കൊണ്ടുവന്നിട്ടുള്ളത്. Even if a party did not raise an issue earlier, but they should have, the law treats it as if the issue was already decided, so they cannot raise it again in a later suit. അതായത് ഞാനൊരു ഇഷ്യൂ റേസ് ചെയ്യാൻ മറന്നുപോയി, ഓക്കെ, ഡിഡ് നോട്ട് റേസ് ആൻ ഇഷ്യൂ ഏർലിയർ, നേരത്തെ അത് പറയാൻ ഞാൻ മറന്നുപോയി അല്ലെങ്കിൽ വിട്ടുപോയി. ബട്ട് ദേ ഷുഡ് ഹാവ്, ഞാനത് പറയേണ്ട ഒരു ഇഷ്യൂ ആയിരുന്നു, പക്ഷെ ഞാനത് പറഞ്ഞില്ല, ആ സമയത്ത് ഞാൻ പറഞ്ഞില്ല. പക്ഷെ ലോ അതെങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത്? ആസ് ഇഫ് ദ ഇഷ്യൂ വാസ് ഓൾറെഡി ഡിസൈഡഡ്. ഞാനത് പറഞ്ഞ പോലെയാണ് കണക്കാക്കുന്നത്, ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, പറയേണ്ട സമയത്ത് ഞാൻ പറയണമായിരുന്നു. സോ ദേ കനോട്ട് റേസ് ഇറ്റ് അഗെയിൻ ഇൻ എ ലേറ്റർ സ്യൂട്ട്. പിന്നീട് ഒരു കേസ് കൊടുത്തിട്ട് എനിക്കത് എന്ത് ചെയ്യാൻ പറ്റില്ല, പോയിട്ട് ആ പ്രശ്നം പറയാനായിട്ട് പറ്റില്ല. ദിസ് പ്രിവെന്റ് മൾട്ടിപ്ലിസിറ്റി ഓഫ് ലിറ്റിഗേഷൻ ആൻഡ് സ്റ്റോപ്സ് പാർട്ടീസ് ഫ്രം റേസിംഗ് ന്യൂ ഗ്രൗണ്ട്സ് ലേറ്റർ. ഇതെന്ത് പ്രിവെന്റ് ചെയ്യുന്നുണ്ട്? ഒരേപോലത്തെ കേസ്, അതായത് ഒരേ ഗ്രൗണ്ട് വരുന്ന കേസ് പിന്നെയും പോയിട്ട് ഫയൽ ചെയ്യാതിരിക്കാൻ വേണ്ടി അത് പ്രിവെന്റ് ചെയ്യുന്നുണ്ട്. മൾട്ടിപ്ലിസിറ്റി ഓഫ് ലിറ്റിഗേഷൻ പ്രിവെന്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ സ്റ്റോപ്സ് പാർട്ടീസ് ഫ്രം റേസിംഗ് ന്യൂ ഗ്രൗണ്ട്സ് ലേറ്റർ. പുതിയ ഗ്രൗണ്ട് പിന്നെ ഉണ്ടാക്കിക്കൊണ്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് പാർട്ടീസിനെ സ്റ്റോപ്പ് ചെയ്യുന്നു അല്ലെങ്കിൽ പ്രിവെന്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ബാക്കിയുള്ള ഓപ്ഷൻസ് നോക്കുമ്പോൾ എന്താ? only matters expressly pleaded. അത് ഭയങ്കര നാരോ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ആണ്. ഈവൻ അൺപ്ലീഡഡ് മാറ്റേഴ്സ് ക്യാൻ ബി ഡീം ടു ഹാവ് ബീൻ ഇൻ ഇഷ്യൂ ഈവൻ if they ought to have been raised. അതാണല്ലോ റെസ് ജുഡിക്കാറ്റിൽ പറയുന്നത്. Then only matters admitted by the defendant. Admissions does not automatically mean it was directly and substantially in issue എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അഡ്മിഷന്. സോ അതല്ല, ആ ഓപ്ഷൻ അല്ല. Then matters raised by third parties. Res judicata applies only between parties to the suit and their privies. Third parties res judicata വരുന്നില്ല. സോ അതും ആ ഓപ്ഷനും അല്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, X agrees to supply Y with 1,000 bags of rice in installments over 2 months. After delivering 200 bags, Y delays payment for the first 2 consignments in violation of the contract terms. X, after notice, rescinds the contract
Y later claims that X has no right to compensation because he rescinds the contract voluntarily. Which of the following is legally correct under section 75? അപ്പൊ എന്താണ് ക്വസ്റ്റ്യനിൽ പറയുന്നത്? എക്സും വൈയും രണ്ട് പാർട്ടീസ് ആണ്. ആൻഡ് എക്സ് ഇവിടെ എഗ്രി ചെയ്യാണ് വൈക്ക് 1000 ബാഗ് ഓഫ് റൈസ് ഇൻസ്റ്റാൾമെന്റിൽ കൊടുക്കാമെന്ന് പറഞ്ഞു. 2 മാസത്തെ ഇൻസ്റ്റാൾമെന്റിൽ കൊടുക്കാമെന്ന് എക്സ് എഗ്രി ചെയ്തു. അപ്പൊ ആദ്യത്തെ 200 ബാഗ് കൊടുത്തു കഴിഞ്ഞപ്പോ എന്ത് സംഭവിച്ചു? വൈ പൈസ കൊടുക്കുന്നതിൽ കുറച്ച് ഡിലേ കാണിച്ചു. അങ്ങനെ വന്നപ്പോ എക്സ് പറഞ്ഞു, എക്സ് ആദ്യം നോട്ടീസ് കൊടുത്തു, ദാറ്റ് ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്റെ കോൺട്രാക്ട് പിൻവലിക്കും എന്ന് പറഞ്ഞു. ആൻഡ് നോട്ടീസ് കൊടുത്തിട്ട് എന്ത് ചെയ്തു? എക്സ് പിൻവലിച്ചു. അതിനുശേഷം വൈ പറഞ്ഞു ദാറ്റ് ഞാൻ നിനക്ക് കോമ്പൻസേഷൻ ഒന്നും തരില്ല, കാരണം നീയാണ് പിൻവലിച്ചത്. ഓക്കെ, ഞാൻ നിന്നോട് പറഞ്ഞിട്ടൊന്നും അല്ലല്ലോ, നീ തന്നെ പിൻവലിച്ചതല്ലേ, ഞാൻ നിനക്ക് കോമ്പൻസേഷൻ തരില്ല എന്നുള്ളത് വൈ പറഞ്ഞു. അപ്പൊ ഇവിടെ നമ്മൾ പറയണം അണ്ടർ സെക്ഷൻ 75 ഏതാണ് ലീഗലി കറക്റ്റ് എന്നുള്ളത്. ഓപ്ഷൻ എയിൽ എന്താ പറയുന്നത്? എക്സ് കനോട്ട് ക്ലെയിം കോമ്പൻസേഷൻ ബിക്കോസ് ഹി ചോസ് ടു റിസെന്റ്. Option B, X can claim compensation because he rescinded rightfully due to Y's default. Option C, Y is entitled to compensation because the rescission was by X. Option D, both parties lose the right to compensation once the contract is rescinded. ഇതിനകത്ത് ഏതായിരിക്കും കറക്റ്റ് ആൻസർ വരുന്നത്? ഓപ്ഷൻ ബി ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. എക്സ് ക്യാൻ ക്ലെയിം കോമ്പൻസേഷൻ ബിക്കോസ് ഹി റെസെൻഡഡ് റൈറ്റ്ഫുള്ളി ഡ്യൂ ടു വൈസ് ഡിഫോൾട്ട്. This situation is covered by section 75 of the Indian Contract Act ലാണ് ഈ ഒരു സിറ്റുവേഷൻ പറയുന്നത്. ഏത് സെക്ഷൻ ആണ്? സെക്ഷൻ 75 of Indian Contract Act. Section 75 states a party who rightfully rescinds a contract is entitled to compensation for any damage sustained through the non-fulfillment of the contract. അതായത് ഒരു പാർട്ടി റൈറ്റ്ഫുള്ളി ആണ് റെസിൻഡ് ചെയ്തത് എന്നുണ്ടെങ്കിൽ ആ പാർട്ടിക്ക് എന്തിനുള്ള അവകാശമുണ്ട്? കോമ്പൻസേഷൻ വാങ്ങാനുള്ള അവകാശമുണ്ട്. ഫോർ വാട്ട്? ഫോർ എനി ഡാമേജ് സസ്റ്റെയിൻഡ് ത്രൂ ദി നോൺ ഫുൾഫിൽമെന്റ് ഓഫ് ദ കോൺട്രാക്ട്. ആ കോൺട്രാക്ട് ഫുൾഫിൽ ആകാത്തത് കൊണ്ട് അയാൾക്ക് എന്തെങ്കിലും നഷ്ടം ഉണ്ടായിട്ടുണ്ടോ, ആ നഷ്ടം നികത്തേണ്ടത് ആരാണ്? ദി അതർ പാർട്ടി ഷുഡ് give the compensation if the party has rightfully rescinded the contract. അപ്പൊ ഈ കേസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എക്സ് എന്ത് ചെയ്തു? എഗ്രി ടു ഡെലിവർ 1000 ബാഗ്സ് ഇൻ ഇൻസ്റ്റാൾമെന്റ്. 1000 ബാഗ് ഇൻസ്റ്റാൾമെന്റിൽ കൊടുക്കാം എന്നുള്ളത് എഗ്രി ചെയ്തു. വൈ ബ്രീച്ച് ചെയ്തു. ആദ്യം കോൺട്രാക്ട് ബ്രീച്ച് ചെയ്തത് വൈ ആണ്. എങ്ങനെ? ബൈ ഡിലേയിങ് ദ പേയ്മെന്റ്. Then X gave notice and rightfully rescinded the contract due to Y's default. അതിനുശേഷം X അവിടെ റൈറ്റ്ഫുള്ളി ആണ് നോട്ടീസ് ഒക്കെ കൊടുത്തിട്ട് റിസെൻഡ് ചെയ്തു. കാരണം എന്താണ്? വൈന്റെ ഡിഫോൾട്ട് കാരണം. Because the rescission was justified and lawful, X can claim compensation for the loss caused by Y's breach. And ഇത് ജസ്റ്റിഫൈഡ് ആൻഡ് ലോഫുൾ ആയതുകൊണ്ട് എക്സിന് എന്ത് ചെയ്യാൻ പറ്റും? കോമ്പൻസേഷൻ ക്ലെയിം ചെയ്യാനായിട്ട് പറ്റും, വൈയുടെ ബ്രീച്ച് ആണ് പ്രൂവ് ചെയ്തിട്ട്. ബാക്കിയുള്ള ഓപ്ഷൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എക്സ് കനോട്ട് ക്ലെയിം കോമ്പൻസേഷൻ ബിക്കോസ് ഹി ചോസ് ടു റിസൺ, അത് റോങ് ആണ്. ലോ സപ്പോർട്ട്സ് കോമ്പൻസേഷൻ ഇഫ് റെസിഷൻ ഇസ് റൈറ്റ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ ലോ അതാണ് സപ്പോർട്ട് ചെയ്യുന്നത്. ദെൻ ഓപ്ഷൻ ബി നോക്കുമ്പോൾ വൈ ഈസ് എൻറ്റൈറ്റിൽഡ് ടു കോമ്പൻസേഷൻ ബിക്കോസ് ദ റെസിഷൻ വാസ് ബൈ എക്സ്, അതും റോങ് ആണ്. വൈ വാസ് അറ്റ് ഫോൾട്ട് സോ കനോട്ട് ക്ലെയിം കോമ്പൻസേഷൻ ക്ലെയിം ചെയ്യാനായിട്ട് പറ്റില്ല. ഇനി ഓപ്ഷൻ ഡി നോക്കുമ്പോൾ ബോത്ത് പാർട്ടീസ് ലോസ് ദ റൈറ്റ് ടു കോമ്പൻസേഷൻ വൺസ് റെസിഡഡ്, അതും റോങ് ആണ്. സെക്ഷൻ 75 ക്ലിയർലി ഗ്രാൻസ് കോമ്പൻസേഷൻ ടു ദ റൈറ്റ്ഫുൾ റിസൈൻഡിങ് പാർട്ടിക്ക് ആ ഒരു റൈറ്റ് കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് 58th ക്വസ്റ്റ്യൻ ആണ്. സെക്ഷൻ 10A of the IT Act 2000 primarily ensures that option A, electronic contracts are valid only if authenticated by a digital signature. Option B, electronic contracts are void unless registered with the controller of certifying authorities. Option C, contracts shall not be denied enforceability merely because they are formed through electronic communication. Option D, only written and signed contracts are valid under Indian law. ഇതിൽ സെക്ഷൻ 10A ഏതാ പറഞ്ഞിട്ടുള്ളത്? ഓപ്ഷൻ സി ആണ്. Contract shall not be denied enforceability merely because they are formed through electronic communication.
Okay, and the explanation on Section 10A of the Information Technology Act 2000 was inserted to legally recognize the contracts formed through electronic means. അതായത് ഇമെയിൽ അല്ലെങ്കിൽ ഓൺലൈൻ എഗ്രിമെന്റ്, ക്ലിക്ക് റാപ്പ് കോൺട്രാക്ട്സ്, അതിനൊക്കെ ലീഗാലിറ്റി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് സെക്ഷൻ 10A പറഞ്ഞിട്ടുള്ളത്. It states that a contract cannot be denied legal validity, enforceability, or effectiveness just because it was formed through electronic communication. Electronic communication വഴി ഫോം ചെയ്തതാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് അതിന്റെ ലീഗാലിറ്റി ഒരിക്കലും ഇൻവാലിഡ് അല്ലെങ്കിൽ അത് വാലിഡ് അല്ല എന്ന് പറയാൻ പറ്റില്ല എന്നാണ് ആ സെക്ഷനിൽ പറഞ്ഞിട്ടുള്ളത്. This section was introduced to support e-commerce and online transactions സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഒരു സെക്ഷൻ കൊണ്ടുവന്നിട്ടുള്ളത്. ഇനി ബാക്കിയുള്ള ഓപ്ഷൻസ് നമുക്ക് നോക്കാം. എയിൽ എന്താ പറഞ്ഞത്? ഡിജിറ്റൽ സിഗ്നേച്ചർ മാൻഡേറ്റഡ് ആണ്. അത് റോങ് ആണ്. ബിക്കോസ് ഈ കോൺട്രാക്റ്റിൽ നമുക്ക് ഡിജിറ്റൽ സിഗ്നേച്ചർ ഇസ് നോട്ട് മാൻഡേറ്ററി. ഓപ്ഷൻ ബിയിൽ പറയുന്നത് മസ്റ്റ് ബി രജിസ്റ്റേർഡ് വിത്ത് CCA, കൺട്രോളർ ഓഫ് സർട്ടിഫൈങ് അതോറിറ്റീസിന്റെ കൺട്രോളർ ഓഫ് സർട്ടിഫൈങ് അതോറിറ്റി ആയിട്ട് രജിസ്റ്റർ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതും റോങ് ആണ്. ദർ ഇസ് നോ റിക്വയർമെന്റ്സ് ഓഫ് സച്ച് ദാറ്റ്. ഓപ്ഷൻ ഡി നോക്കുകയാണെങ്കിൽ ഓൺലി റിട്ടൺ ആൻഡ് സൈൻഡ് കോൺട്രാക്ട്സ് ആർ വാലിഡ്. അതും റോങ് ആണ്. ഈ കോൺട്രാക്ട്സ് ആർ വാലിഡ് ഈവൻ വിത്തൗട്ട് ഫിസിക്കൽ റൈറ്റിംഗ് ഓർ ഹാൻഡ് റിട്ടൺ സിഗ്നേച്ചർ. സോ ആ ഓപ്ഷനും തെറ്റാണ്. നെക്സ്റ്റ് 59th ക്വസ്റ്റ്യൻ ആണ്. A revision petition under section 115 CPC lies only when? Option A, there is a jurisdiction error or illegality affecting the decision. Option B, there is an error of fact apparent on record. Option C, the subordinate court misinterprets evidence. Option D, the decree is appealable. Option A ആണ് answer. There is a jurisdiction error or illegality affecting the decision. Section 115 of the CPC gives the High Court the power of revision, but this power is very limited ആണ്. കാരണം revision petition can be filed only when a subordinate court exercise the jurisdiction not vested in it. അതായത് ഒരു സബോർഡിനേറ്റ് കോർട്ടിന്റെ കയ്യിൽ ജുറിസ്ഡിക്ഷൻ ഇല്ലാത്തൊരു കാര്യം അത് എക്സസൈസ് ചെയ്തു, അല്ലെങ്കിൽ ഫെയിൽ ടു എക്സസൈസ് ജുറിസ്ഡിക്ഷൻ ദാറ്റ് ഇറ്റ് ഷുഡ് ഹാവ്. അവരുടെ ജുറിസ്ഡിക്ഷൻ അണ്ടറിൽ വരുന്ന ഒരു സാധനമായിരുന്നു, ഒരു കാര്യമായിരുന്നു, എന്നിട്ടും അവർ ചെയ്തില്ല. മൂന്നാമത്തത് ആക്ടഡ് ഇല്ലീഗലി ഓർ വിത്ത് മെറ്റീരിയൽ ഇറഗുലാരിറ്റി ഇൻ എക്സസൈസിങ് സച്ച് ജുറിസ്ഡിക്ഷൻ. ഒന്നെങ്കിൽ ഇല്ലീഗലി ആക്ട് ചെയ്തു, അല്ലെങ്കിൽ വിത്ത് മെറ്റീരിയൽ ഇറഗുലാരിറ്റിയോട് കൂടി ആക്ട് ചെയ്തു ഇൻ എക്സസൈസിങ് സച്ച് ജുറിസ്ഡിക്ഷൻ. ഈ 3 കാരണങ്ങളാണ് വരുന്നത്. സോ ദ ഫോക്കസ് ഈസ് ഓൺ ജുറിസ്ഡിക്ഷണൽ എറർ ഓർ മെറ്റീരിയൽ ഇല്ലീഗാലിറ്റിയിലാണ് വരുന്നത്, നോട്ട് ഓൺ കറക്റ്റ്നെസ് ഓഫ് ഫൈൻഡിങ്സിലല്ല വരുന്നത്. പകരം എവിടെയാണ് ഫോക്കസ് വരുന്നത്? ജുറിസ്ഡിക്ഷണൽ എറർ ഓർ മെറ്റീരിയൽ ഇല്ലീഗാലിറ്റിയിലാണ് വരുന്നത്. ബാക്കിയുള്ള ഓപ്ഷൻസ് നോക്കുമ്പോൾ എറർ ഓഫ് ഫാക്ട് ഓൺ റെക്കോർഡ്, വൈ ഇൻകറക്റ്റ്? റിവിഷൻ കനോട്ട് ബി ഫൈൽഡ് ഫോർ ഫാക്ച്വൽ മിസ്റ്റേക്ക്, അത് അപ്പീലിനാണ് നമ്മൾ ഫാക്ച്വൽ മിസ്റ്റേക്ക് എടുക്കുന്നത്. Then misinterpretation of evidence, this relates to reassessment of evidence ആണ്, which is not allowed in revision, അതും അപ്പീലാണ്. Then decree is appealable. if degree appealable ആണെന്നുണ്ടെങ്കിൽ അവിടെ റിവിഷൻ നമുക്ക് കൊടുക്കാൻ പറ്റില്ല, നമ്മൾ അപ്പീലായിരിക്കും പോകുന്നത്. റിവിഷൻ ഈസ് ഓൺലി ഫോർ നോൺ അപ്പീലബിൾ ഓർഡേഴ്സ് ആണ്. വിത്ത് ജുറിസ്ഡിക്ഷണൽ എറേഴ്സ് വരുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? റിവിഷന് കൊടുക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The pecuniary jurisdiction of a commercial court under the Commercial Courts Act 2015 എത്രയാണ്? ഓപ്ഷൻ എ ₹10 lakh, ഓപ്ഷൻ ബി 50 lakh, ഓപ്ഷൻ സി 1 crore and ഓപ്ഷൻ ഡി 3 crore ആണ്. ഇതിനകത്ത് ആൻസർ വരുന്നത് ഓപ്ഷൻ സി 1 crore ആണ്. ആക്ച്വലി ഇത് അമെൻഡ് ചെയ്ത് മാറ്റിയിട്ടുണ്ട്, പക്ഷെ ഈ ഓപ്ഷൻസിനകത്ത് നമുക്ക് ആ ആൻസർ ഇല്ല. പണ്ടത്തെ 1 crore എന്നാണ് വന്നിട്ടുള്ളത്. When the Commercial Courts Act 2015 was enacted, the pecuniary jurisdiction of commercial court was minimum 1 crore ആയിരുന്നു. ഓക്കെ, pecuniary jurisdiction commercial court enact ചെയ്ത സമയത്ത് pecuniary jurisdiction എത്രയായിരുന്നു? മിനിമം 1 crore ആയിരുന്നു. This means only commercial disputes of ₹1 crore and above were to be heard by commercial court. അതിനർത്ഥം എന്താ? കൊമേഴ്ഷ്യൽ കോടതിയിൽ 1 കോടി അല്ലെങ്കിൽ അതിന് മേലെയുള്ള പൈസ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? അങ്ങനത്തെ കേസുകൾ മാത്രമേ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ബട്ട് എന്ത് ചേഞ്ച് ചെയ്തു? ഇൻ 2018 the act was amended and the pecuniary limit was reduced ചെയ്ത് 3 ലക്ഷം ആക്കി മാറ്റി.
പക്ഷെ ഈ ഓപ്ഷനിൽ എന്ത് മാത്രമേ ഉള്ളൂ? ആ ഒറിജിനൽ ഇതാണ് ചോദിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ 1 crore കൊടുത്തത്. അമെൻഡ് ചെയ്തത് എത്രയാക്കി മാറ്റിയിട്ടുണ്ട്? 3 lakh ആയിട്ട് ശേഷം മാറ്റിയിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, who has the burden to prove the facts of a case illustrated below as per the provisions of the ഭാരതീയ സാക്ഷ്യ അധിനിയം? നമ്മൾ ഇനി BSA അല്ലെങ്കിൽ എവിഡൻസ് ആണ് നോക്കുന്നത്. Akash desires a court to give judgment that he is entitled to certain land in the possession of Balaji by reason of facts which he asserts, and when Balaji denies to be true, so dash has to prove. Option B, Appu sues Bhima for land of which Bhima is in possession and which, as Appu asserts, was left to Appu by the will of Charan, Bhima's father. If either side fails to adduce evidence, the person in possession would be entitled to retain his possession. So, dash has to prove. മൂന്നാമത്തത്, Ahmed is accused of murder by the public prosecutor, that is Biju Nair. Ahmed alleges that by reason of unsoundness of mind, he did not know the nature of the act. So the burden is on dash. Option 4 ആണ്. ഓപ്ഷൻ അല്ല, അടുത്തതാണ് 4 ആണ്. Alvin is charged with traveling in a train without a ticket, and the ticket collector, that is Bansi Lal, wants to fine Alvin. So dash has to prove. So ഇവിടെ വരുമ്പോ ആരുടെ പുറത്താണ് ബേർഡൻ ഓഫ് പ്രൂഫ് എന്നുള്ളതാണ് നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ വരുന്നത്. സോ യൂഷ്വലി ബേർഡൻ ഓഫ് പ്രൂഫ് സിവിൽ കേസിൽ ആരുടെ മേത്താണ് ബേർഡൻ ഓഫ് പ്രൂഫ് വരുന്നത്? ആർക്കാണോ തന്റെ ഭാഗം പ്രൂവ് ചെയ്യേണ്ടത് അവരുടെ പുറത്താണ് ബേർഡൻ ഓഫ് പ്രൂഫ് വരുന്നത്. ഇപ്പം എനിക്ക് പ്രൂവ് ചെയ്യണം ഒരു പ്രോപ്പർട്ടി എന്റേതാണ് എന്നുണ്ടെങ്കിൽ എന്റെ മേലാണ് ബേർഡൻ ഓഫ് പ്രൂഫ് വരുന്നത് സിവിൽ കേസസിൽ. ഇനി ക്രിമിനൽ കേസസ് വരികയാണെന്നുണ്ടെങ്കിൽ ആരുടെ മേത്താണ് ബേർഡൻ ഓഫ് പ്രൂഫ് വരുന്നത്? പ്രോസിക്യൂഷന്റെ കയ്യിലാണ് ബേർഡൻ ഓഫ് പ്രൂഫ് വരുന്നത്. പക്ഷെ ഇൻ ദ കേസ് ഓഫ് ഡിഫൻസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഓക്കെ, ഞാനിപ്പോ ഒരു ക്രിമിനൽ കേസ് വന്നു, ഞാൻ അതില് പ്രതിയാണ്. അപ്പം യൂഷ്വലി ആരുടെ മേത്താണ് ഈ ബേർഡൻ ഓഫ് പ്രൂഫ് വരുന്നത്? പ്രോസിക്യൂഷന്റെ പുറത്താണ്. പക്ഷെ ഞാൻ അവിടെ ഒരു ഡിഫൻസ് എടുത്തു, ഇപ്പം സെൽഫ് ഡിഫൻസിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് ഞാനത് അങ്ങനെ ഒരു ആക്ട് ചെയ്തത് എന്നുള്ള ഡിഫൻസ് ഞാൻ എടുത്താൽ ബേർഡൻ ഓഫ് പ്രൂഫ് ആരുടെ മേളിൽ വരും? എന്റെ മേളിൽ വരും. ഐ നീഡ് ടു പ്രൂവ് ദാറ്റ് ഞാൻ ആ ഒരു കുറ്റം ചെയ്തത് സെൽഫ് ഡിഫൻസിന് വേണ്ടിയിട്ടായിരുന്നു എന്നുള്ളത് ഞാൻ പ്രൂവ് ചെയ്യണം. സോ ആ കേസിൽ ബേർഡൻ ഓഫ് പ്രൂഫ് തിരിഞ്ഞു വരും. സോ ഇവിടെ അത് വെച്ച് നോക്കുമ്പോൾ ഏതാണ് കറക്റ്റ് ആൻസർ വരുന്നത്? എ ആണ് ഇതിന്റെ ആൻസർ വരുന്നത്. ആദ്യത്തെ കേസിൽ ആകാശ് നീഡ്സ് ടു പ്രൂവ്, അടുത്തതിനകത്ത് അപ്പു, ദെൻ അഹമ്മദ്, ദെൻ ആൻഡ് ആൽഫൻ. നമുക്ക് നോക്കാം എക്സ്പ്ലനേഷൻ. The general rule of burden of proof is the person who asserts a fact has to prove it എന്നാണ് പറയുന്നത്. ഓക്കെ, ആരാണോ ഒരു ഫാക്ട് പറയുന്നത് അയാൾ വേണം ആ ഫാക്ട് പ്രൂവ് ചെയ്യാനായിട്ട്. ഒന്നാമത്തെ നോക്കുമ്പോൾ ആകാശ് ക്ലെയിംസ് ദ ലാൻഡ് ആൻഡ് അസേർട്സ് ഫാക്ട്സ് ദാറ്റ് ബാലാജി ഡിനൈസ്. ആകാശിനാണ് അത് അവിടെ പ്രൂവ് ചെയ്യേണ്ടത് ലാൻഡ് തന്റെ സ്വന്തമാണെന്നുള്ളത്. സോ അവിടെ ആരുടെ മേലായിരിക്കും വരുന്നത്? അപ്പോ ആകാശിന്റെ മേലാണ് ബേർഡൻ ഓഫ് പ്രൂഫ് വരുന്നത്. സോ ആകാശ് ഹാസ് ടു പ്രൂവ്. അടുത്ത് നോക്കുമ്പോ അപ്പു സ്യൂസ് ഭീമ ഫോർ ലാൻഡ്. അപ്പു ആണ് ഭീമനെ സൂ ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ട്? ഭീമയുടെ കയ്യിലിരിക്കുന്ന ഭീമയുടെ പൊസിഷനിലുള്ള ലാൻഡിന് വേണ്ടിയിട്ട്. സോ ലോ പറയുന്നത് പൊസഷൻ ഇസ് ഗുഡ് ടൈറ്റിൽ അഗേൻസ്റ്റ് ദ ഹോൾ വേൾഡ് എക്സെപ്റ്റ് ദ ട്രൂ ഓണർ. അതായത് എന്റെ കയ്യിലൊരു സാധനം ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ എനിക്കത് പ്രൂവ് ചെയ്യേണ്ട ആവശ്യമില്ല അത് എന്റേതാന്ന്. ഇപ്പൊ മറ്റൊരാൾ വന്നിട്ട് പറയാണ് അത് അയാളുടെ സാധനമാണെന്നുണ്ടെങ്കിൽ ഹി നീഡ്സ് ടു പ്രൂവ് ദാറ്റ് ഇത് ശരിക്കും അയാളുടെതാണെന്നുള്ളത്. സോ ഇവിടെ അപ്പു ആണ് എന്ത് ചെയ്യുന്നത്? ഭീമേന്റെ അല്ല, എന്റേതാണ് ആ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. സോ അപ്പു നീഡ്സ് ടു പ്രൂവ് ദാറ്റ്. ഓക്കെ, സോ ദ പേഴ്സൺ ഹു വാണ്ട്സ് ടു ഡിസ്പ്ലേസ് ദ പൊസിഷൻ ഹാസ് ദ ബേർഡൻ. അപ്പുവിനാണ് ഇവിടെ തെളിയിക്കേണ്ടത്. അത് ഭീമയുടെ കയ്യിലാണ് ഇരിക്കുന്നത് എന്നുണ്ടെങ്കിലും ശരിക്കും അത് അപ്പുവിന്റെ ആണെന്നുള്ളത് തെളിയിക്കേണ്ടത് ആരുടെ ഉത്തരവാദിത്തമാണ്? അപ്പുവിൻ്റെതാണ്. സോ ബേർഡൻ ഓഫ് പ്രൂഫ് comes to Appu. Next നോക്കുമ്പോ അഹമ്മദ് accused of murder. അഹമ്മദ് ആണ് ഇവിടെ മർഡറിൽ അക്യൂസ്ഡ് ആയിട്ടുള്ളത്. സോ പ്രോസിക്യൂഷൻ മസ്റ്റ് പ്രൂവ് ഗിൽട്ട്. ഇവിടെ പ്രോസിക്യൂഷൻ ആയിരുന്നു ശരിക്കും ഗിൽട്ട് പ്രൂവ് ചെയ്യേണ്ടത്. പക്ഷെ അഹമ്മദ് ആണ് എന്ത് ചെയ്യുന്നത്? അൺസൗണ്ട്നെസ് ഓഫ് മൈൻഡ് ഇവിടെ ക്ലെയിം ചെയ്തു. അവിടെ ഒരു ഡിഫൻസ് എടുത്തു അഹമ്മദ്. സോ അതൊരു എക്സെപ്ഷൻ ആണ്. സോ ഇവിടെ ബേർഡൻ ഓഫ് പ്രൂഫ് എക്സെപ്ഷൻ ലൈസ് ഓൺ അക്യൂസ്ഡ് ആണ്. സോ അഹമ്മദിന്റെ തലയിൽ വരും. ഇനി നാലാമത്തെ ഓപ്ഷൻ നോക്കുമ്പോൾ ആൽഫിൻ ഈസ് ചാർജ്ഡ് വിത്ത് ട്രാവലിംഗ് വിത്തൗട്ട് എ ടിക്കറ്റ് ആണ്. സോ ടിക്കറ്റ് കളക്ടർ വാണ്ട്സ് ടു ഇമ്പോസ് എ പെനാൽറ്റി.
സോ ഇവിടെ റൂള് വരുന്നത് the person alleging the offense must prove it. So Bansilal, ticket collector, has to prove it. അപ്പൊ ഇവിടെ ആൽഫിൻ അല്ല ഓപ്ഷൻ വരാ, ബൻസിലാൽ ആണ് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, അവിടെ അപ്പൊ വരുന്നത് ആൽഫിൻ അല്ല ബൻസിലാൽ ആട്ടോ വരുന്നത്. ടിക്കറ്റ് കളക്ടർ ഹാസ് ടു പ്രൂവ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഓരോ കേസ് നോക്കുമ്പോൾ ആകാശ് വേഴ്സസ് ബാലാജി നോക്കുമ്പോൾ ആകാശ് പ്രൂവ് ചെയ്യണം, അപ്പു വേഴ്സസ് ഭീമേൽ അപ്പു, അഹമ്മദിന് അൺസൗണ്ട് മൈൻഡ് ആയതുകൊണ്ട് അഹമ്മദ്, ദെൻ ടിക്കറ്റ് വിത്തൗട്ട് പാസ് ആണെങ്കിൽ ബൻസിലാൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 62 ആണ്. Identify the incorrect statement from the following based on the principles that are followed by the courts in India as to credibility of witness. Incorrect statement ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. Improvements made by the witnesses and variations in their earlier and later statements are not sufficient in themselves to reject the testimony of the witnesses if the evidence is found otherwise reliable and trustworthy. Option B, exaggeration per se do not render the evidence brittle, but it can be one of the facts to test the credibility of the prosecution version when the entire evidence is put in a crucible for being tested on the touchstone of credibility. Option C, the court should always keep in mind the discrepancies and even slight variances in detail while appreciating evidence. However, if there are contradictions, the witness may become unreliable. Option D, the credibility of the prosecution witness should be subject to judicial evaluation in totality of facts and also in scrutiny of isolated facts to test the veracity of the witness's statement. ഇതിനകത്ത് ഇൻകറക്റ്റ് ആയിട്ട് വരുന്നത് ഏതാണ്? ഓപ്ഷൻ സി ആണ് ഇൻകറക്റ്റ് ആയിട്ട് വരുന്നത്. ചെറിയൊരു വേരിയേഷൻ ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മളത് അൺറിലയബിൾ ആക്കി എടുക്കില്ല. Indian courts follow well settled principles regarding appreciation of witness testimony. എന്താണ് കോർട്ട് നോർമലി അക്സെപ്റ്റ് ചെയ്യുന്നത്? Minor discrepancy or slight variation in the testimony are natural എന്നാണ് പറയുന്നത്. Human memory is not perfect. Slight variations do not make a witness unreliable ആക്കി മാറ്റില്ല. Unless contradictions go to the root of the case, they should not lead to rejection of the testimony. അതായത് ചെറിയ ചെറിയ ഡിസ്ക്രിപ്പൻസീസ് ആണ് ഇവിടെ പറയുന്നത്, അല്ലെങ്കിൽ സ്ലൈറ്റ് വേരിയേഷൻ ഒന്നും നമ്മൾ അത്ര മൈൻഡ് ആക്കില്ല. എന്നാൽ വലിയ വലിയ ചേഞ്ചസ് അല്ലെങ്കിൽ റൂട്ട് ഓഫ് ദ കേസിനെ കോസ് ചെയ്യുന്ന എന്തെങ്കിലും കാര്യമാണെന്നുണ്ടെങ്കിൽ മാത്രമേ എടുക്കുള്ളൂ. സോ therefore the statement in option C എന്താണ്? ഇൻകറക്റ്റ് ആണ്, because it suggests that even slight variance and any contradictions can make a witness unreliable എന്നാണ് ആ ഓപ്ഷനിൽ പറയുന്നത്. സോ അതാണ് ഇൻകറക്റ്റ് ആയിട്ടുള്ളത്, which is not the correct legal position. ബാക്കിയുള്ള ഓപ്ഷൻസ് നോക്കുമ്പോൾ മൈനർ ഇംപ്രൂവ്മെന്റ്സ് ഓർ വേരിയേഷൻ ഡു നോട്ട് ഓട്ടോമാറ്റിക്കലി ഡിസ്ക്രെഡിറ്റ് എ വിറ്റ്നസ് ഇഫ് ദ കോർ വേർഷൻ ഈസ് ട്രസ്റ്റ്വർത്തി. അത് തന്നെയാണ് ആ ഒരു സെക്ഷനിൽ പറയുന്നത്. സോ അത് കറക്റ്റ് ആണ്. Then exaggeration alone does not break the credibility but can be a factor in overall evaluation. അതും കറക്റ്റ് ആണ്. Then courts evaluate credibility both in totality and with the scrutiny of material facts, not just isolated statements. അതും ശരിയാണ്. ഇനി നമ്മൾ 63 നോക്കുമ്പോൾ as per section 22 of Bharatiya Sakshya Adhiniyam 2023, an additional cause for making the confessional statement irrelevant is added to the provision. Identify the correct option. ഇതിനകത്തുള്ള കറക്റ്റ് ഓപ്ഷൻ നമുക്ക് കണ്ടുപിടിക്കണം. Inducement, threat, coercion and promise ആണ്. ഇതിനകത്ത് ഏതാ വരുന്നത്? സി ആണ് നമ്മുടെ ആൻസർ. only 3 coercion മാത്രമേ വരുള്ളൂ. അഡീഷണൽ കോസ് ഫോർ മേക്കിംഗ് കൺഫെഷണൽ സ്റ്റേറ്റ്മെന്റ് അത് പിന്നീടുള്ള അമെൻമെന്റ് വഴി ആഡ് ചെയ്തതാണ്. സെക്ഷൻ 22 ഓഫ് ഭാരതീയ സാക്ഷ്യ അധിനിയത്തിൽ പറഞ്ഞതാണ്. കറസ്പോണ്ട്സ് ടു സെക്ഷൻ 24 ഓഫ് ഇന്ത്യൻ എവിഡൻസ് ആക്ട്. അണ്ടർ ദ ഓൾഡ് ലോ ഇന്ത്യൻ എവിഡൻസ് ആക്ടിൽ എന്തായിരുന്നു? എ കൺഫെഷൻ ബിക്കം ഇർറെലവന്റ് ഇഫ് ഒബ്റ്റെയിൻഡ് ബൈ ഇൻഡ്യൂസ്മെന്റ്, ത്രെറ്റ് ഓർ പ്രോമിസ് ആയിരുന്നു. പക്ഷേ BSAയിൽ എന്തും കൂടി പറയുന്നുണ്ട്? coercionum കൂടി ആഡ് ആയിട്ടുണ്ട്. This means if a confession is obtained by inducement, threat, promise or coercion, it becomes inadmissible ആയിട്ട് മാറും. സോ ബാക്കിയുള്ള ഇൻഡ്യൂസ്മെന്റ് എന്താണ്? ഓൾഡ് ആക്ടിലും ഉണ്ട്, ന്യൂ ആക്ടിലും ഉണ്ട്.
ത്രെട്ട് 2 ആക്ടിലുമുണ്ട്, പ്രോമിസും 2 ആക്ടിലുണ്ട്, കൊയേഷൻ ആണ് പഴയ ആക്ടിൽ ഉണ്ടായില്ല, പുതിയ ആക്ടിൽ ഉണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 64 ആണ്. In a recent and popular judgment, the Supreme Court of India allowed an application by the party seeking permission to submit supplementary affidavit by way of examination in chief along with the memory cards or chips of the mobile phones, compact disc and transcript of conversations recorded in memory cards or chips of the mobile phones that had recordings of telephonic conversation. ഐഡന്റിഫൈ ദ കേസ്. നമുക്ക് കേസ് ഐഡന്റിഫൈ ചെയ്യാണ് വേണ്ടത്. അതായത് മെമ്മറി കാർഡിന്റെ ഒക്കെ കാര്യം പറഞ്ഞിട്ടുള്ള ഒരു കേസ് ആയിരുന്നു. ഏത് കേസായിരുന്നു അത്? എ സുഭാഷ് അഗർവാൾ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് NCT Delhi, NCT Del 2025. Then option B Vibargarg versus Neha. Option C M Sambashiva Rao versus state of Andhra Pradesh. Option D N Vijayakumar versus Vishwanath Rao. ആൻസർ വരുന്നത് ഓപ്ഷൻ സി എം സാംബശിവ റാവോ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ആന്ധ്രാപ്രദേശ് ആണ്. സുപ്രീം കോർട്ട് ഇൻ എം സാംബശിവ റാവോ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ആന്ധ്രാപ്രദേശിൽ എന്തോ അലോ ചെയ്തു? A party to file a supplementary affidavit as examination in chief. Examination in chief എന്ന് പറഞ്ഞാൽ എന്താ? ആദ്യം നമ്മളുടെ സ്വന്തം വക്കീലും നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിനാണ് നമ്മൾ എക്സാമിനേഷൻ ഇൻ ചീഫ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് ഓപ്പോസിറ്റ് പാർട്ടി ക്വസ്റ്റ്യൻ ചെയ്യുന്നതിനെ നമ്മൾ ക്രോസ് എക്സാമിനേഷൻ എന്ന് പറയും. അപ്പം ഈ എക്സാമിനേഷൻ ചീഫിൽ എന്താ ഇവിടെ അലോ ചെയ്തത്? ടു ഫയൽ എ സപ്ലിമെന്ററി അഫിഡവിറ്റ് ആസ് എക്സാമിനേഷൻ ഇൻ ചീഫ്. ഒരു സപ്ലിമെന്ററി അഫിഡവിറ്റ് എക്സാമിനേഷൻ ഇൻ ചീഫ് ആയിട്ട് ഫയൽ ചെയ്യാനായിട്ട് അലോ ചെയ്തു, അലോങ് വിത്ത് ഇലക്ട്രോണിക് റെക്കോർഡ്സ് സച്ച് ആസ് മെമ്മറി കാർഡ്സ്, മൊബൈൽ ഫോൺ ചിപ്സും പിന്നെ കോമ്പാക്ട് ഡിസ്ക്, ട്രാൻസ്ക്രിപ്റ്റ്സ് ഓഫ് റെക്കോർഡഡ് കോൺവെർസേഷൻ ഒക്കെ അലോ ചെയ്തിട്ടുണ്ടായി. ദിസ് ജഡ്ജ്മെന്റ് ഈസ് സിഗ്നിഫിക്കന്റ് ബിക്കോസ് ദ കോർട്ട്. ഈ ജഡ്ജ്മെന്റ് എന്തുകൊണ്ട് സിഗ്നിഫിക്കന്റ് ആണ്? കാരണം ഫസ്റ്റ് ഓഫ് ഓൾ കോടതി എന്ത് റെക്കഗ്നൈസ് ചെയ്തു? ഇലക്ട്രോണിക് എവിഡൻസ് സ്റ്റോർഡ് ഇൻ മെമ്മറി കാർഡ്സ് ഓർ ചിപ്സ് ആസ് ഡോക്യുമെന്റ്സ് ഫോർ ദ പർപ്പസ് ഓഫ് എവിഡൻസ്. അതായത് എവിഡൻസിന്റെ ഭാഗമായിട്ട് ഈ പറഞ്ഞ മെമ്മറി കാർഡ്സ് അല്ലെങ്കിൽ ചിപ്പ് കോടതി റെക്കഗ്നൈസ് ചെയ്തു. Then allowed additional electronic evidence to be submitted with the examination in chief through a supplementary affidavit. Examination in chief ല് ഒരു additional electronic evidence allow ചെയ്തു through a supplementary affidavit. And മൂന്നാമത്തെ കാര്യം reiterated complaints with section 65B. 65B ൽ എന്താ പറയുന്നത്? ഇലക്ട്രോണിക് എവിഡൻസ് സർട്ടിഫിക്കറ്റ് റിക്വയർമെന്റ്സ് ആണ്. Under the Bharatiya Sakshi Adhiniyam 2023, that corresponds to Evidence Act section 65B തന്നെയാണ് അതിലും പറയുന്നത്. അതിനെ റീട്രീറ്റ് ചെയ്തു. നമ്മൾ ബാക്കിയുള്ള കേസ് നോക്കുമ്പോൾ എന്താണ്? സുഭാഷ് അഗർവാൾ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് NCT Delhi എന്ന് പറയുന്നത് നോട്ട് റിലേറ്റഡ് ടു ഇലക്ട്രോണിക് എവിഡൻസ്, പക്ഷെ സപ്ലിമെന്ററി അഫിഡവിറ്റിന് റിലേറ്റ് ചെയ്തിട്ടൊരു കേസ് അല്ല അത്. ദെൻ വിബർഗാർഗ് വേഴ്സസ് നേഹ എന്താണ്? കണക്റ്റഡ് മോർ ടു മാട്രിമോണിയൽ മാറ്റേഴ്സ് ആണ്, ഇലക്ട്രോണിക് എവിഡൻസ് അല്ല. എൻ വിജയകുമാർ വേഴ്സസ് വിശ്വനാഥ് റാവുവും എന്താണ്? ഇലക്ട്രോണിക് റെക്കോർഡ്സ് അല്ലെങ്കിൽ പെർമിറ്റിംഗ് സപ്ലിമെന്ററി അഫിഡവിറ്റ് ഇലക്ട്രോണിക് റെക്കോർഡുമായിട്ട് ബന്ധപ്പെട്ട ഒരു കേസ് അല്ല. നെക്സ്റ്റ് മാച്ച് ദ ഫോളോയിങ് ആണ് വിത്ത് ദ ഇലുസ്ട്രേഷൻസ് ഗിവൻ അണ്ടർ വേരിയസ് പ്രൊവിഷൻസ് ആൻഡ് appropriate concepts as given under the relevancy of facts as per the Bharatiya Sakshi Adhiniyam. A is accused of the murder of B by beating him. Whatever was said or done by A or B or the bystanders at the beating or so shortly before or after it as to form part of the transaction is relevant as എന്തായിട്ടാണ് ഇതിൽ വരുന്നത്? അതൊരു റെസ് ഗെസ്റ്റ് ആണ്, വിച്ച് മീൻസ് ഇറ്റ് ഇസ് എ കോൺടെമ്പറേനിയസ് ഫാക്ട് ആണ്. നെക്സ്റ്റ് എ, വേറെ കളർ എടുക്കാൻ കാണാനില്ല. ഇറ്റ്സ് എ കോൺടെമ്പറേനിയസ് ഫാക്ട്. നെക്സ്റ്റ് A is tried for a riot and is proved to have marched at the head of a mob. The cries of the mob are relevant as. A എന്താണ്? ഒരു റയോട്ടിൽ പോയി ആൻഡ് ആ
പോയ റയോട്ട് എന്ന് വെച്ചാൽ ഇങ്ങനെ ലഹള പോലുള്ളതിന് നമ്മൾ റയോട്ട് എന്ന് പറയുന്നത്. എന്നിട്ട് അതിൽ കൂടുന്ന ആൾക്കാരും മറ്റേ മുദ്രാവാക്യങ്ങളൊക്കെ വിളിച്ചു. ആ മുദ്രാവാക്യങ്ങൾ എന്താണ്? ദോസ് ആർ എക്സ്പ്ലനേറ്ററി ഫാക്ട്സ് ആണ്. സോ those are explanatory facts. Then the question is whether A was the legitimate son of B. The fact that A was always treated as such by members of the family is relevant as നമുക്ക് എന്തായിട്ട് എടുക്കാൻ പറ്റും? അത് ഒപ്പീനിയേറ്റഡ് ഫാക്ട്സ് ആയിട്ട് എടുക്കാനായിട്ട് പറ്റും. നെക്സ്റ്റ് ആണ്, A is accused of fraudulently delivering to another person a counterfeit currency which at the time when he delivered it he knew to be counterfeit. The fact that at the time of its delivery A was possessed of a number of other pieces of counterfeit currency is relevant as B ആണ്. അതെന്താണ്? സിമിലർ ഫാക്റ്റ് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. സിമിലർ ഫാക്റ്റ് ആണ് അത്. നമുക്ക് അതിന്റെ ഓരോ എക്സ്പ്ലനേഷൻ നോക്കാം. ഇതിൽ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. എക്സ്പ്ലനേറ്ററി ഫാക്ട് എന്ന് പറഞ്ഞാൽ ഇനി എന്താണ്? ഫാക്ട്സ് ദാറ്റ് എക്സ്പ്ലെയിൻ ഓർ ആർ പാർട്ട് ഓഫ് ദ സെയിം ട്രാൻസാക്ഷൻ, അതിനാണ് നമ്മൾ റെസ് ഗെസ്റ്റേ എന്ന് പറയുന്നത്. അതാണ് എക്സ്പ്ലനേറ്ററി ഫാക്ട്. ദെൻ സിമിലർ ഫാക്ട്സ് എന്ന് പറയുന്നതോ അതർ സിമിലർ ആക്ട് ഷോയിങ് ഇന്റൻഷൻ, നോളജ് അല്ലെങ്കിൽ പാറ്റേൺ കാണിക്കുന്നതിനാണ് നമ്മൾ സിമിലർ ഫാക്ട് എന്ന് പറയുന്നത്. Then contemporaneous fact എന്ന് വെച്ചാൽ fact happening at the same time as the incident. Then opinionated fact എന്താണ്? Opinions as to relationship or status of by family members-നെയാണ് നമ്മൾ opinionated fact എന്ന് പറയുന്നത്. സോ ഇവിടെ ഓരോന്ന് നോക്കുമ്പോൾ സ്റ്റേറ്റ്മെന്റ്സ് ഓർ ആക്ഷൻസ് ഡ്യൂറിംഗ് ദ ബീറ്റിംഗ് എന്താണ്? അതൊരു കോണ്ടംപറേനിയസ് ഫാക്ട് ആണ്, വിച്ച് മീൻസ് ഫോംസ് പാർട്ട് ഓഫ് ദ സെയിം ട്രാൻസാക്ഷൻ. അതൊരു റെസ് ഗെസ്റ്റ് ആണ്. ആ സമയത്ത് അവിടെ നിന്ന് ചുറ്റും നിന്ന് ആൾക്കാർ സംസാരിച്ചതൊക്കെ എന്തായിട്ട് വരും? ആ സെയിം ട്രാൻസാക്ഷന്റെ ഭാഗമാണ്, വിച്ച് മീൻസ് ഇറ്റ് ഈസ് റെസ് ഗെസ്റ്റേ. ദെൻ ക്രൈസ് ഓഫ് ദ മോബ് ഇൻ എ റയോട്ട് എന്താണ്? അതവിടെ ഒരു എക്സ്പ്ലനേഷൻ തരാണ്. എന്താണ് അയാൾ അവിടെ ചെയ്ത പ്രവൃത്തി എന്നുള്ളതിന്റെ ഒരു എക്സ്പ്ലനേഷൻ തരാണ്. സോ ഇറ്റ് ഈസ് എൻ എക്സ്പ്ലനേറ്ററി ഫാക്ട്. So explains context of the event and content. Then A treated as legitimate son by family. അതൊരു opinionated fact ആണ്, because family opinion regarding relationship. Then നാലാമത് A had more counterfeit notes when delivering one. അതൊരു similar fact ആണ്, because showing knowledge or intent through similar acts. So അതൊരു similar fact ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. Next question. Which section of Transfer of Property Act 1882 defined transfer of property? ഏത് സെക്ഷൻ ആണ്? സെക്ഷൻ 21, സെക്ഷൻ 11, സെക്ഷൻ 5 and സെക്ഷൻ 2 ഉണ്ട്. ഓപ്ഷൻ സി സെക്ഷൻ 5 of Transfer of Property Act-ലാണ്. The definition of Transfer of Property Act is given under section 5 of the Transfer of Property Act 1882. സെക്ഷൻ 5-ൽ എന്താ പറഞ്ഞത്? Defines transfer of property as an act by which a living person conveys property in person or in future to one or more other living persons or to himself and one or more other living person. അതായത് ഞാൻ എൻ്റെ ഒരു പ്രോപ്പർട്ടി, ഞാനൊരു ലിവിങ് പേഴ്സൺ ആണ്, ഞാൻ എൻ്റെ ഒരു പ്രോപ്പർട്ടി മറ്റൊരു ലിവിങ് പേഴ്സണ് കൊടുക്കണു, അല്ലെങ്കിൽ എനിക്കും വേറെ രണ്ടു പേർക്കും കൊടുക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഞാൻ എൻ്റെ പ്രോപ്പർട്ടി മറ്റൊരാൾക്ക് കൊടുക്കുന്നു, അതിനെയാണ് സിംപ്ലി പറയുകയാണെങ്കിൽ ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ആൻഡ് കുറച്ച് കാര്യങ്ങളുണ്ട്, എല്ലാവരും എന്തായിരിക്കും? ലിവിങ് പേഴ്സൺസ് ആയിരിക്കണം. ഇറ്റ് അപ്ലൈസ് ഓൺലി ടു ലിവിങ് പേഴ്സൺസ്. ട്രാൻസ്ഫർ ബിറ്റ്വീൻ ദ ലിവിങ്, അതായത് ഇന്റർ വിവോസ് ആയിരിക്കണം. ദെൻ പ്രോപ്പർട്ടി ക്യാൻ ബി ട്രാൻസ്ഫേർഡ് എപ്പോഴൊക്കെയാണ്? ഇൻ പ്രസന്റ് അല്ലെങ്കിൽ ഇൻ ഫ്യൂച്ചർ. ഒന്നെങ്കിൽ ഇപ്പൊ എനിക്ക് എഴുതാം, അല്ലെങ്കിൽ പിന്നീട് കൊടുക്കാനായിട്ടും എനിക്ക് എഴുതാൻ പറ്റും. ദെൻ ട്രാൻസ്ഫർ മേ ബി മെയ്ഡ് ടു ആർക്കൊക്കെ കൊടുക്കാൻ പറ്റും? വൺ ലിവിങ് പേഴ്സൺ, ഒരാൾക്ക് മാത്രം കൊടുക്കാനായിട്ട് പറ്റും. അല്ലെങ്കിൽ മോർ ദാൻ വൺ ലിവിങ് പേഴ്സൺ, രണ്ടോ മൂന്നോ ആൾക്കാർക്ക് എഴുതി കൊടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ദ ട്രാൻസ്ഫർ ഹിംസെൽഫ് ആൻഡ് വൺ ഓർ മോർ പേഴ്സൺ, അതായത് എനിക്ക് കുറച്ച് അധികം സ്വത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ഞാൻ എൻ്റെ സ്വന്തം പേരിൽ എഴുതി വെക്കും, ബാക്കി വരുന്നത് കുറച്ച് 2-3 പേരുടെ പേരിലായിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതാണ് ട്രാൻസ്ഫർ ഹിംസെൽഫ് ആൻഡ് വൺ ഓർ മോർ പേഴ്സൺസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.
നെക്സ്റ്റ് ഇനി ബാക്കിയുള്ള ഓപ്ഷൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെക്ഷൻ 21 എന്താണ്? കണ്ടീജന്റ് ഇൻട്രസ്റ്റിനെ പറ്റിയിട്ടാണ് പറയുന്നത്, ഡെഫിനിഷൻ അല്ല അതിൽ പറയുന്നത്. സെക്ഷൻ 11 നോക്കുകയാണെങ്കിൽ ഡീൽസ് വിത്ത് റെസ്ട്രിക്ഷൻ റിപ്പഗ്നന്റ് ടു ഇൻട്രസ്റ്റ് ക്രിയേറ്റഡ്, അതും ഡെഫിനിഷൻ അല്ല. ഓപ്ഷൻ 2 എന്താ പറയുന്നത്? ഇന്റർപ്രിട്ടേഷൻ ക്ലോസ് ആൻഡ് എക്സെപ്ഷൻസ് ആണ്. ദാറ്റ് ഈസ് ഓൾസോ നോട്ട് അബൌട്ട് ദ ഡെഫിനിഷൻ ഓഫ് ട്രാൻസ്ഫർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സെക്ഷൻ 67 ആണ്. The foundation of section 40 of the Transfer of Property Act 1882 is based upon celebrated case of option A Tuluk versus Moxey, option B Badrinath and Anathers versus MST Pune, dead by LR Girish, option C Dutt versus Data Din, option D Cooper versus Cooper. ഏതാ ആൻസർ വരുന്നത്? ഓപ്ഷൻ എ തുലുക് വേഴ്സസ് മോക്സെ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. സെക്ഷൻ 40 ഓഫ് ദ ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ട് 1882 ഡീൽസ് വിത്ത് എന്താണ്? ഒബ്ലിഗേഷൻസ് അനെക്സ് ടു ഓണർഷിപ്പ് ഓഫ് പ്രോപ്പർട്ടി ആൻഡ് റെസ്ട്രിക്റ്റീവ് കവനൻസ് ദാറ്റ് ബൈൻഡ് സബ്സിക്വന്റ് ട്രാൻസ്ഫറീസ് ഈവൻ ഇഫ് നോട്ട് എക്സ്പ്രസ്ലി മെൻഷൻഡ് ഇൻ ദ ഡീഡ്. അതായത് ഒബ്ലിഗേഷൻസ് ആണ് സെക്ഷൻ 18 പറയുന്നത്. ഒബ്ലിഗേഷൻസ് ആണ്. എന്തിനോട് കൂടിയുള്ള ഒബ്ലിഗേഷൻ? ഒരു ഓണർഷിപ്പ് ഓഫ് പ്രോപ്പർട്ടിയിൽ വരുന്ന കുറച്ച് ഒബ്ലിഗേഷൻസ് ആണ് അതിൽ പറയുന്നത്. റെസ്ട്രിക്റ്റീവ് കവനൻസ്, അതായത് ഇപ്പൊ ഞാൻ എന്റെ പ്രോപ്പർട്ടി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് മറ്റൊരാൾക്ക് വേണ്ടി കൊടുത്തു, ഓക്കെ, മറ്റൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു, ആൻഡ് അത് മൂന്നാമതൊരാൾ വന്ന് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇഫ് ദാറ്റ് പേഴ്സൺ ന്യൂ അബൌട്ട് ദ തിങ്സ് ഐ സെറ്റ്, ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടില്ലേ, ആ കാര്യങ്ങളെ പറ്റിയിട്ട് മൂന്നാമത്തെ ആൾക്ക് ബോധമുണ്ട് അല്ലെങ്കിൽ അയാൾക്ക് നോട്ടീസ് കിട്ടിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അയാൾ എന്ത് ചെയ്തിരിക്കണം? ആ കാര്യങ്ങൾ ഫോളോ ചെയ്തിരിക്കണം. അതിനാണ് നമ്മൾ റെസ്ട്രിക്റ്റീവ് കവനൻസ് എന്ന് പറയുന്നത്. ദിസ് പ്രിൻസിപ്പിൾ ഇസ് ഡിറൈവ്ഡ് ഫ്രം ദ ഫേമസ് ഇംഗ്ലീഷ് കേസ് തുലുക് വേഴ്സസ് മോക്സെ. ഈ കേസിൽ എന്താ സംഭവിച്ചത്? എ സോൾഡ് എ പീസ് ഓഫ് ലാൻഡ് ടു ബി വിത്ത് കണ്ടീഷൻ ദ ലാൻഡ് മസ്റ്റ് ഓൾവേസ് റിമെയിൻ ആസ് എ ഗാർഡൻ ആൻഡ് നോട്ട് ടു ബിൽഡ് അപ്പോൺ. അതായത് എ ഇവിടെ തന്റെ ലാൻഡ് വിൽക്കണ സമയത്ത് പറഞ്ഞു ഈ ലാൻഡ് എപ്പോഴും ഗാർഡൻ ആയിട്ട് തന്നെ നിൽക്കണം, വേറൊരു കാര്യത്തിനും ഈ ലാൻഡ് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിരുന്നു. ബി ലേറ്റർ സോൾഡ് ദ ലാൻഡ് ടു സി ഹു ന്യൂ അബൌട്ട് ദിസ് റെസ്ട്രിക്ഷൻ ബട്ട് സ്റ്റിൽ വാണ്ടഡ് ടു ബിൽഡ് ഓൺ ഇറ്റ്. ശേഷം എന്ത് സംഭവിച്ചു? ബി ആ ലാൻഡ് സിക്ക് വിറ്റു ആൻഡ് സി ന്യൂ അബൌട്ട് ദിസ്. ഓക്കെ, ഈ ലാൻഡ് ഗാർഡൻ ആയിട്ട് തന്നെ എടുക്കണം എന്നാണ് ഇയാള് പറഞ്ഞിട്ടുള്ളത് എന്നറിയാം, എന്നിട്ടും ഇയാള് വാങ്ങി വേറെ എന്തോ അതിൽ പണിഞ്ഞു. Court held even though C was not a party to the original agreement, he was bound by the restrictive covenant because he had notice of the condition. ഇവിടെ കോടതി പറഞ്ഞു that C അതിൽ ആ ഒരു ഒറിജിനൽ എഗ്രിമെന്റിന്റെ പാർട്ടി അല്ല എങ്കിൽ കൂടിയും C is bound by it because അയാൾക്ക് ഓൾറെഡി അതിനെ പറ്റി അറിവുണ്ട്. He had notice about it. അതുകൊണ്ട് he is restrictive covenant about it and he is bound by that agreement എന്ന് പറഞ്ഞു. ആ പ്രിൻസിപ്പിൾ എസ്റ്റാബ്ലിഷ് ചെയ്തതാണ് എന്ത്? restrictive covenant attached to land is enforceable against a subsequent purchaser with a notice even if not expressly part of the title deed. അപ്പൊ അതിൽ നിന്നാണ് ഈ റെസ്ട്രിക്റ്റീവ് കവനന്റ് എന്ന് പറഞ്ഞ പ്രിൻസിപ്പിൾ വന്നിട്ടുള്ളത്. അതിൽ എന്താ പറയുന്നത്? ഈവൻ ഇഫ് ഞാൻ എന്റെ ഭൂമി ഞാൻ ചിലപ്പോൾ ബിക്കായിരിക്കും കൊടുക്കുന്നത്, പക്ഷെ അതിന് ശേഷം വരുന്ന സിയും ഡിയും ഇയും ഒക്കെ എന്താണ്? ഇവർക്കൊക്കെ നോട്ടീസ് ഉണ്ട്, ഇവർക്കൊക്കെ അറിയാം എന്റെ ലാൻഡ് വേറൊരു കാര്യത്തിന് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ള കാര്യം അവരോട് വ്യക്തമായി പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരും അത് അനുസരിച്ചേ പറ്റുള്ളൂ. അതിനാണ് റെസ്ട്രിക്റ്റീവ് കവനന്റ് എന്ന് പറയുന്നത്. ഇനി ഹൗ ഇറ്റ് റിലേറ്റ്സ് ടു സെക്ഷൻ 40 എന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെക്ഷൻ 40 recognizes that certain obligation not amounting to the interest in property can still build future owners if they have noticed. അതായത് എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരിക്കലും ഇന്ന ആൾക്ക് ഇത് വിൽക്കരുത് അല്ലെങ്കിൽ ഫാമിലിക്ക് മാത്രമേ ഇത് വിൽക്കാവുള്ളൂ അങ്ങനെയൊക്കെ പറഞ്ഞ് വെക്കാൻ പാടില്ല. ഇൻട്രസ്റ്റ് ഓഫ് ദ പ്രോപ്പർട്ടി അതിൽ വരാൻ പാടില്ല. പകരം എന്തിൽ മാത്രമേ വരാൻ പാടുള്ളൂ? ദി ഒബ്ലിഗേഷൻ ഈസ് ഫോർ ദ ബെനിഫിറ്റ് ഓഫ് ദ പ്രോപ്പർട്ടി. ആ പ്രോപ്പർട്ടിന്റെ ബെനിഫിറ്റിന് വേണ്ടിയിട്ടായിരിക്കണം ഞാൻ ആ ഒരു റെസ്ട്രിക്റ്റീവ് കവനന്റ് വെച്ചിട്ടുണ്ടാവേണ്ടത്. ആൻഡ് ഓൾസോ ഈ വാങ്ങണ ആൾക്ക് ഇപ്പം സിയും ഡിയും ഇയും വരികയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഓൾറെഡി ഒരു നോട്ടീസ് ഉണ്ടായിരിക്കണം, അവർക്ക് ഓൾറെഡി അറിഞ്ഞിരിക്കണം ഇങ്ങനൊരു സാധനം ഉണ്ട് എന്നുള്ളത്. അറിയാണ്ട് ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ല. ദിസ് ഈസ് എക്സാക്ട്ലി ദ റൂൾ ലെയ്ഡ് ഇൻ തുലുക് വേഴ്സസ് മോക്സെ. ബാക്കിയുള്ള കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബദ്രിനാഥ് വേഴ്സസ് പുന്നയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്? ഇന്ത്യൻ കേസ് ഓൺ ഫാമിലി സെറ്റിൽമെന്റ് ആണ്, നോട്ട് റെസ്ട്രിക്റ്റീവ് കവനൻസ്. ദെൻ ഡുട്ട് വേഴ്സസ് ഡേറ്റാഡിനിൽ എന്താണ്? നോട്ട് അസോസിയേറ്റഡ് വിത്ത് സെക്ഷൻ 40 TPA അല്ല വരുന്നത്.
Then Cooper versus Cooper deals with the family arrangements and equity ആണ്. Next question. Easement apart from the dash heritage can't be transferred under section 6 of Transfer of Property Act 1882. Option A, right to re-entry. Option B, dominant. Option C, undominant. Option D, none. ഇതിൽ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ഡോമിനന്റ് ആണ്. ഈസ്മെന്റ് അപ്പാർട്ട് ഫ്രം ദി ഡോമിനന്റ് ഹെറിറ്റേജ് കാൻ ബി ട്രാൻസ്ഫേർഡ് അണ്ടർ സെക്ഷൻ 6. കാരണം ഡോമിനന്റ് ഹെറിറ്റേജ് ഇല്ലാണ്ട് നമുക്ക് ഈസ്മെന്റ് കൊടുക്കാൻ പറ്റില്ല. സെക്ഷൻ 6 എന്താ പറയുന്നത്? ഓഫ് ദ ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ട് 1882 certain things cannot be transferred. ചില കാര്യങ്ങൾ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. And one of them is an easement without the dominant heritage. Easement dominant heritage illande namukku transfer cheyan pattilla. Now, what is an easement? An easement is a right that the owner of one piece of land called a dominant heritage has over the other person's land called servient heritage. അതായത് ഡോമിനന്റ് ഹെറിറ്റേജിന് ഈ സെർവിയൻ ഹെറിറ്റേജിന് മേളിലുള്ളൊരു റൈറ്റിനെയാണ് നമ്മൾ ഈസ്മെന്റ് എന്ന് പറയുന്നത്. അതായത് ഇപ്പം എനിക്കൊരു പീസ് ഓഫ് ലാൻഡ് ഉണ്ട്, പക്ഷെ എന്റെ ലാൻഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ വഴിയില്ല. വഴി ചിലപ്പോൾ മറ്റൊരാളുടെ പറമ്പിലായിരിക്കും. റൈറ്റ് ഓഫ് വേ ഓവർ നെയ്ബേഴ്സ് ലാൻഡ് ടു റീച്ച് യുവർ ഹൗസ്, അതെന്താണ്? ഒരു ഈസ്മെന്റ് റൈറ്റ് ആണ്. Now, why dominant is the answer എന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, an easement belongs to the dominant heritage. ഈ എനിക്ക് ആ ഒരു ഈസ്മെന്റ് എങ്ങനെയാ കിട്ടിയത്? എന്റെ കയ്യിലുള്ള ഭൂമി അല്ലെങ്കിൽ എന്റെ വീട്ടിലേക്ക് വരാനുള്ള ആകെയുള്ള വഴി അത് മാത്രമേ ഉള്ളൂ. സോ ഈ ഡോമിനന്റ് ഹെറിറ്റേജ് എന്റെ കയ്യിൽ ഇല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് പിന്നെ ആ ഈസ്മെന്റ് എടുക്കാൻ പറ്റുമോ? എനിക്ക് ആ വഴി മാത്രം പോയിട്ട് എടുക്കാൻ പറ്റുമോ? ഇല്ല. ഇറ്റ് കനോട്ട് എക്സിസ്റ്റ് ഇൻഡിപെൻഡന്റ്ലി വിത്തൗട്ട് ദ ഡോമിനന്റ് ഹെറിറ്റേജ്. ഡോമിനന്റ് ഹെറിറ്റേജ് ഇല്ലാണ്ട് ഈസ്മെന്റിന് ഒറ്റയ്ക്ക് നിൽക്കാനായിട്ട് പറ്റില്ല. Therefore, an easement cannot be transferred separately without transferring the dominant heritage. എനിക്ക് വഴി മാത്രമായിട്ട് വിൽക്കാൻ പറ്റില്ല, ആ സ്ഥലവും വഴിയും കൂടെ വിൽക്കാനായിട്ട് പറ്റുള്ളൂ. So, if you try to transfer only the easement, right of way മാത്രം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ without selling or transferring the property that benefits from it, not valid. അതായത് ഞാൻ എന്റെ പറമ്പ് കൊടുക്കണില്ല, പറമ്പിലേക്ക് വരാനുള്ള വഴി മാത്രം എനിക്ക് വിൽക്കാനായിട്ട് പറ്റുമോ? ഇല്ല. അതാണ് ഇവിടെ പറയുന്നത് ഈസ്മെന്റ് വിത്തൗട്ട് ഡോമിനന്റ് ഹെറിറ്റേജ് അൺവാലിഡ് ആണെന്ന് പറയുന്നത്. ബാക്കിയുള്ള ഓപ്ഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ റൈറ്റ് ഓഫ് റീ എൻട്രി എന്താണ്? അതൊരു ഫ്യൂച്ചർ റൈറ്റ് ഓഫ് ദ ലെസർ ആണ്. ദാറ്റ് നോട്ട് റിലേറ്റഡ് ടു ഈസ്മെന്റ് ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒരു കാര്യമല്ല. ദെൻ ഡോമിനന്റ് ആണ് അവിടെ ആൻസർ, കാരണം ഈസ്മെന്റ് കനോട്ട് ബി ട്രാൻസ്ഫർഡ് അപ്പാരന്റ് ഫ്രം ദി ഡോമിനന്റ് ഹെറിറ്റേജ്. അത് കറക്റ്റ് ആണ്. അടുത്ത ഓപ്ഷൻ അൺഡോമിനന്റ് നോക്കുമ്പോൾ ഇൻകറക്റ്റ് ടേം ആണ്. അവിടെ വരേണ്ടത് സെർവിയൻ ഹെറിറ്റേജ് എന്നാണ്. സോ അത് തെറ്റാണ്. ദെൻ നൺ എന്നുള്ളതും കറക്റ്റ് അല്ല, റോങ് ആയിട്ടുള്ളൊരു ഉത്തരാണ്. Next question. In which section of the Transfer of Property Act 1882 gift may be suspended or revoked? ഏത് സെക്ഷനിലാണ് അത് പറയുന്നത്? സെക്ഷൻ 124, സെക്ഷൻ 122, സെക്ഷൻ 126 ആൻഡ് സെക്ഷൻ 128. അതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി, സെക്ഷൻ 126 ആണ്. Under the Transfer of Property Act 1882 എന്താണ്? Section 126 specifically deals with the suspension and revocation of gift ആണ്. Now, എന്താണ് section 126 പറയുന്നത്? A gift once made is generally irrevocable ആണ്, അല്ലെ? നമ്മൾ ഒരാൾക്ക് ഒരു ഗിഫ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വാങ്ങാൻ പറ്റുമോ? ഇല്ല, അത് irrevocable ആണ്. However, section 126 provides two situations where a gift may be സസ്പെൻഡ് ഓർ റിവോക്ക് ചെയ്യാനായിട്ട് പറ്റും. സസ്പെൻഡ് ചെയ്യാന്ന് വെച്ചാൽ എന്താ? ടെമ്പറലി നമുക്ക് സ്റ്റോപ്പ് ചെയ്ത് വെക്കാൻ പറ്റും. റിവോക്ക് ചെയ്യാന്ന് വെച്ചാൽ അത് ക്യാൻസൽ ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷൻസ് ആണ്. അതായത് a gift can be revoked only if എപ്പോഴൊക്കെയാണ്? The donor and donee had a condition agreed upon at the time of making the gift and that condition is not against the provisions of law. അതായത് ഏതെങ്കിലും ഒരു കണ്ടീഷന്റെ പുറത്താണ് ഞാൻ ആ ഗിഫ്റ്റ് കൊടുക്കാമെന്ന് പറഞ്ഞത്. ഓക്കെ, ആൻഡ് ആ കണ്ടീഷൻ ഫുൾഫിൽ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് ആ ഗിഫ്റ്റ് കൊടുക്കേണ്ടതായിട്ട് വരില്ല. ആ സമയത്ത് എനിക്കത് റിവോക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ആൻഡ് വേറൊരു കാര്യം എന്താ പറയുന്നത്? ആ കണ്ടീഷൻ എന്തായിരിക്കണം? ലോഫുൾ ആയിരിക്കണം. അതായത് അൺലോഫുൾ ആയിട്ടൊരു കണ്ടീഷൻ വെക്കാൻ പാടില്ല. ലോഫുൾ ആയിട്ടൊരു കണ്ടീഷൻ ആണെന്നുണ്ടെങ്കിൽ ആ കണ്ടീഷൻ നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് ആ ഗിഫ്റ്റ് കൊടുക്കേണ്ടതായിട്ട് വരില്ല. അതിന്റെ ഒരു എക്സാമ്പിൾ പറയാണ്. A gives the property to B on the condition that if A survives B, the gift can be cancelled.
the gift will be cancelled if B dies before A, gift is revoked. അതായത് A എന്താണ് പ്രോപ്പർട്ടി ബിക്ക് പ്രോപ്പർട്ടി കൊടുക്കാണ് ഓൺ എ കണ്ടീഷൻ സെയിങ് ദാറ്റ് ഇഫ് എ സർവൈവ്സ് ബി, ബി ആദ്യം മരിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ കിട്ടില്ല. ഓക്കെ, അതായത് എ ആദ്യം മരിച്ചു കഴിഞ്ഞു, ബി സ്റ്റിൽ ജീവിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ നമ്മൾ പറയത്തില്ല ഞാൻ മരിച്ചു കഴിഞ്ഞാൽ നീ എന്റെ പ്രോപ്പർട്ടി എടുത്തു, നീ അപ്പോഴും ജീവിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നീ എന്റെ പ്രോപ്പർട്ടി എടുത്തു എന്ന് പറയില്ലേ, അതുപോലെയാണ് ഇവിടെ എ പറഞ്ഞത്. പക്ഷെ ഇവിടെ എന്താ സംഭവിച്ചു, അൺഫോർച്ചുനേറ്റ്ലി ബി ആദ്യം മരിച്ചു. സോ ആ പ്രോപ്പർട്ടി ആരുടെ കയ്യിലായി, എയുടെ കയ്യിൽ തന്നെ ആയി, ആ ഒരു ഗിഫ്റ്റ് ക്യാൻസൽ ആയി. സോ ഇവിടെ ഗിഫ്റ്റ് റിവോക്ക് ചെയ്തു. അതാണ് ഒരു എക്സാമ്പിൾ. സോ ഏത് സെക്ഷനിലാണ് അത് പറയുന്നത്, സെക്ഷൻ 126 ഗിഫ്റ്റ് സസ്പെൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ റിവോക്ക് ചെയ്യുന്നതിനെ പറ്റി പറയുന്നത്. ബാക്കി സെക്ഷൻ നോക്കുമ്പോൾ സെക്ഷൻ 124 പറഞ്ഞത് ഗിഫ്റ്റ് ഓഫ് എക്സിസ്റ്റിംഗ് ആൻഡ് ഫ്യൂച്ചർ പ്രോപ്പർട്ടി ആണ്. 122 പറഞ്ഞത് ഡെഫിനിഷൻ ഓഫ് ഗിഫ്റ്റ് ആണ്. ദെൻ 128 പറഞ്ഞത് റൈറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ഓഫ് ഷ്യോറിറ്റി ആണ്. അത് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് ടോപ്പിക് ആണ്. നെക്സ്റ്റ് സെക്ഷൻ 70, in which type of mortgage the possession of property is delivered to the mortgagee under the Transfer of Property Act 1882. ഏതിലാണ്? Usufructory mortgage, option B simple mortgage, next English mortgage and anomalous mortgage. അത് വരുന്നത് ഓപ്ഷൻ എ അഷ്യൂഫാക്ടറി മോർഗേജിലാണ് അത് വരുന്നത്. എന്താ പറയുന്നത്, അണ്ടർ ദ ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ട് 1882 അഷ്യൂഫാക്ടറി മോർഗേജ്, അതായത് സെക്ഷൻ 58 ക്ലോസ് ഡിയിലാണ് അഷ്യൂഫാക്ടറി മോർഗേജ് പറയുന്നത്. ആൻഡ് അതിൽ എന്താ പറയുന്നത്, പൊസിഷൻ ഓഫ് എ പ്രോപ്പർട്ടി ഈസ് ഡെലിവേർഡ് ടു ദ മോർഗേജി. ഇവിടെ ആർക്കാണോ നമ്മൾ മോർഗേജ് വെക്കുന്നത് അയാളുടെ കയ്യിൽ, ആ ലെൻഡറിന്റെ കയ്യിൽ നമ്മൾ പൊസിഷൻ കൊടുക്കും. ഇപ്പം ഞാൻ ഒരാളുടെ കയ്യിൽ സാധനം വെച്ച് പൈസ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഇപ്പം എൻ്റെ ഒരു വില കൂടിയൊരു വാച്ച് ഉണ്ട്, ആ വാച്ച് ഞാൻ എന്ത് ചെയ്യും, അയാളുടെ കയ്യിൽ കൊടുക്കും. അല്ലെങ്കിൽ ഒരു പ്രോപ്പർട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ ആ പ്രോപ്പർട്ടി അയാളുടെ കയ്യിൽ കൊടുക്കും. The mortgagee is allowed to enjoy the rents and profits from the property. And ഈ മോർഗേജിക്ക് എന്താണ്, ആ പ്രോപ്പർട്ടിയിൽ നിന്ന് കിട്ടുന്ന റെന്റോ അല്ലെങ്കിൽ പ്രോഫിറ്റോ എടുക്കാനുള്ള അവകാശം ആർക്കുണ്ട്, ആ മോർഗേജിക്ക് ഉണ്ട്. അതിന് പകരം എന്ത് സംഭവിക്കും, ദീസ് റെന്റ് ആൻഡ് പ്രോഫിറ്റ്സ് ആർ യൂസ് ടു അഡ്ജസ്റ്റ് ദ ഇൻട്രസ്റ്റ് ഓർ മോർഗേജ് മണി. ആ കിട്ടുന്ന റെന്റോ അല്ലെങ്കിൽ പ്രോഫിറ്റോ അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ മോർഗേജ് മണിയിൽ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അതിനാണ് അഷ്യൂഫാക്ടറി മോർഗേജ് എന്ന് പറയുന്നത്. സോ അഷ്യൂഫാക്ടറി മോർഗേജിൽ പ്രോപ്പർട്ടി അല്ലെങ്കിൽ പൊസിഷൻ ആർക്ക് കൊടുക്കുന്നതായിരിക്കും, മോർഗേജിക്ക് കൊടുക്കുന്നതായിരിക്കും. സോ ഇവിടെ പൊസിഷൻ ആർക്ക് കൊടുക്കും, മോർഗേജിക്ക് കൊടുക്കും. റൈറ്റ് ടു സെൽ പ്രോപ്പർട്ടി ഉണ്ടോ, ഇല്ല, ജസ്റ്റ് സാധനം കൊടുക്കത്ത മാത്രമേ ഉള്ളൂ. ദെൻ റീപേയ്മെന്റ് എങ്ങനെയാണ്, ആ പ്രോപ്പർട്ടിയിൽ നിന്ന് കിട്ടുന്ന റെന്റ് അല്ലെങ്കിൽ പ്രോഫിറ്റ് മോർഗേജിക്ക് എടുക്കാനായിട്ട് പറ്റും, and അഡ്ജസ്റ്റ് ചെയ്യണം. സെക്ഷൻ പറയുന്നത് സെക്ഷൻ 58 ക്ലോസ് ഡി ഓഫ് ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ട് ആണ്. ഇനി ബാക്കി ഓപ്ഷൻ നോക്കുമ്പോൾ സിമ്പിൾ മോർഗേജ് എന്താണ്, പൊസിഷൻ കൊടുക്കുന്നുണ്ട് പക്ഷെ പേഴ്സണൽ ലയബിലിറ്റി അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് കൊടുത്തില്ലേലും വിറ്റ് കൊടുക്കേണ്ടതൊക്കെ ആയിട്ട് അവിടെ പേഴ്സണൽ ലയബിലിറ്റി ഉണ്ട്. ദെൻ ഇംഗ്ലീഷ് മോർഗേജ് എന്ന് പറയുന്നത് പ്രോപ്പർട്ടീസ് ട്രാൻസ്ഫേർഡ് ആബ്സലൂട്ട്ലി ആണ്, പക്ഷെ പൊസിഷൻ കൊടുക്കണില്ല. അനോമലസ് മോർഗേജ് എന്ന് പറയുന്നത് കോമ്പിനേഷൻ ഓഫ് 2 ടൈപ്സ് ആണ്, നോട്ട് നെസസറിലി വിത്ത് പൊസിഷൻ അല്ല. സോ അതുകൊണ്ട് അഷ്യൂഫാക്ടറി മോർഗേജ് ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫോർ ദ പർപ്പസ് ഓഫ് ദ നോയിസ് പൊല്യൂഷൻ Regulation and Control Rules 2000, an area comprising not less than dash around codes may be declared as silent zone. Option A 200 meter, option B 100 meter, option C 50 meters and option D 500 meter. The answer വരുന്നത് option B 100 meter ആണ്. Under the Noise Pollution Regulation and Control Rules 2000, certain areas can be declared as silent zones to maintain a noise-free environment ആയിട്ട് നമുക്ക് കീപ്പ് ചെയ്യാനായിട്ട് പറ്റും. അതിൽ a silent zone means എന്താണ്, an area comprising not less than 100 meters around ഏതൊക്കെ സ്ഥലങ്ങളാണ്, ഹോസ്പിറ്റൽസ്, എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, കോർട്സ്, റിലീജിയസ് പ്ലേസസിനൊക്കെ അവിടെ നിന്നും ഒരു 100 meters ആണ് നമ്മൾ എന്തായിട്ട് എടുക്കുന്നത്, സൈലന്റ് സോൺ ആയിട്ട് എടുക്കുന്നത്. These zones are meant to protect sensitive institutions where quiet conditions are necessary. അല്ലെ, ഈ പറഞ്ഞ ഹോസ്പിറ്റൽ, എഡ്യൂക്കേഷൻ, സ്കൂള് അല്ലെ കോളേജ്, കോടതി, റിലീജിയസ് പ്ലേസസിലൊക്കെ എന്താണ് സൈലൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന സ്ഥലമായതുകൊണ്ടാണ് നമ്മൾ ഈ 100 meters കണക്ക് വെച്ചേക്കുന്നത്.
But silent zone minimum distance എത്രയാണ് 100 meters ആണ്. Distance around courts and other notified institutions is 100 meters. Next question. Which among the following is false with regard to right to fair compensation and transparency in land acquisition, Rehabilitation and Resettlement Act 2013? Option A. Marginal farmer means a cultivator with an irrigated land holding up to 1/2 acre. Option B. Social impact assessment is mandatory for all acquisitions under the Act. നമുക്ക് false statement ആണ് കണ്ടുപിടിക്കേണ്ടത്. Option C. Solatum amount shall be in addition to the compensation payable. And option D. The Land Acquisition, Rehabilitation and Resettlement Authority consists of one person only. The wrong answer is option D ആണ്. The Land Acquisition, Rehabilitation and Resettlement Authority consists of one person only എന്നുള്ളതാണ്. കാരണം ബാക്കിയുള്ളത് നോക്കുമ്പോൾ marginal farmer means a cultivator with irrigated land up to 1/2 acre എന്നുള്ളത് true ആണ്. Because as per the Act, a marginal farmer is one with up to 1 hectare of unirrigated land or up to 1/2 hectare of irrigated land ആണ്. Then social impact assessment is mandatory for all acquisition under the Act എന്ന് പറയുന്നതും true ആണ്. With a few exceptions ഉണ്ടെങ്കിലും ആ ഒരു statement true ആണ്. കാരണം SIA is compulsory before acquisition except in urgent cases ആണെങ്കിൽ for national security or natural calamities ആണെന്നുണ്ടെങ്കിൽ നമുക്ക് SIA ഒന്നും എടുക്കാൻ സമയമില്ല എന്നുണ്ടെങ്കിൽ it's okay. അല്ലാത്ത കേസിലൊക്കെ that is mandatory. Then solatum amount shall be in addition to the compensation payable. അതും ശരിയാണ്. 100% solatum is paid over and above the market value and other benefits. അതും true ആണ്. ഇനി അതോറിറ്റിയിൽ 1 person ഉള്ളൂ എന്നുള്ളത് false ആണ്. The authority must be constituted with a presiding officer വേണം plus at least 2 other members വേണം. It is not a 1 person body അല്ല. So ആ statement ആണ് അതിൽ wrong ആയിട്ടുള്ളത്. Next question. The National Green Tribunal has no jurisdiction over questions arising out of the implementation of the Dash Act. Option A, the Public Liability Insurance Act. Option B, the Forest Conservation Act. Option C, the Wildlife Protection Act 1972. And option D, the Water Prevention and Control of Pollution Cess Act 1977. ഇതിൽ ഏതാണ് വരാത്തത്? No jurisdiction ഉള്ളത് ഓപ്ഷൻ സി ആണ്, the Wildlife Protection Act 1972. The National Green Tribunal NGT was established under the National Green Tribunal Act 2010 ആണ്. എന്തിനു വേണ്ടിയിട്ടാണ്? To deal with the environmental disputes related to certain specific laws. NGT has jurisdiction only over matters arising out of the following 7 actൽ മാത്രമേ ഉള്ളൂ. അത് ഏതൊക്കെയാണ്? The Water Prevention and Control of Pollution Act, then Water Prevention and Control of Pollution Cess Act, then Forest Conservation Act, the Air Prevention and Control of Pollution Act, the Environment Protection Act, the Public Liability Insurance Act, and the Biological Diversity Act 2002. ഇത്രേ വരുന്നുള്ളൂ. ഈ 7 കാര്യങ്ങളാണ് വരുന്നത്. വൈൽഡ് ലൈഫ് അതിലല്ല. Act not under NGT jurisdiction വരുന്നത് the Wildlife Protection Act 1972 ആണ്. NGT has no power to hear cases under this act. So the act mentioned in the question, the one outside NGT jurisdiction ഏതാണ്? The Wildlife Protection Act 1972 ആണ്. Next question. In Kerala, sand removal operation shall not be carried out in a kadavu. എപ്പോഴൊക്കെയാണ്? Before 7 AM and after 4 PM. Option B, before 7 AM and after 5 PM. Option C, before 7 AM and after 6 PM. And option D, before 7 AM and after 7 PM. ഇതിൽ ഏതാണ് കറക്റ്റ് വരുന്നത്? ഓപ്ഷൻ എ ആണ്, ബിഫോർ 7 AM and after 4 PM ആണ് ആൻസർ. So the Kerala government has fixed a specific timing during which sand can be legally removed from കടവ്. കടവ് എന്ന് വെച്ചാൽ എന്താണ്? റിവർ ബാങ്കിനെയാണ് നമ്മൾ കടവ് എന്ന് പറയുന്നത്. അത് മൈനിങ് പോയിന്റ്സ് ആണ്. Then this rule is to prevent illegal mining during night or early morning. ഇല്ലീഗൽ മൈനിങ് നടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു റൂൾ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ പെർമിറ്റഡ് ടൈം എന്ന് പറയുന്നത് സാൻഡ് ക്യാൻ ബി റിമൂവ്ഡ് ഓൺലി ബിറ്റ്വീൻ 7 AM and 4 PM. 7 മണിക്കും 4 മണിക്കുള്ളിൽ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. രാവിലെ 7 മണിക്കും വൈകിട്ട് 4 മണിക്കുള്ളിൽ.
ഇപ്പൊ നോട്ട് അലൗഡഡ് ടൈം എന്ന് പറഞ്ഞാൽ ബിഫോർ 7 AM, കാരണം ഇത് ടു ഏർലി ആണ്. ലാക്ക് ഓഫ് മോണിറ്ററിംഗ്, ഹൈ ചാൻസ് ഓഫ് ഇല്ലീഗൽ മൈനിങ് ഉണ്ടായതുകൊണ്ട് 7 മണിക്ക് മുന്നേയും പറ്റില്ല. ആഫ്റ്റർ 4 PM എന്ന് വെച്ചാൽ ഈവനിങ് ഓർ നൈറ്റ് ആണ് ഡിഫിക്കൾട്ട് ടു സൂപ്പർവൈസ് എൻവയോൺമെന്റൽ കൺസേൺസ്. അതൊക്കെ കാരണം. അതിന് റീസൺസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് ഫസ്റ്റ്. സോ ദാറ്റ് പ്രിവെന്റ്സ് ഓവർ എക്സ്ട്രാക്ഷൻ വിച്ച് ഹാംസ് റിവർ ഇക്കോളജി. അപ്പൊ അതാണ് ഫസ്റ്റ് വൺ, എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട്. ദെൻ മോണിറ്ററിംഗ് ആൻഡ് സൂപ്പർവിഷൻ. ഒഫീഷ്യൽസ് ക്യാൻ സൂപ്പർവൈസ് മൈനിങ് ഓൺലി ഡ്യൂറിംഗ് ഡേ hours. അല്ലെ, രാവിലെ മാത്രം നമുക്ക് വ്യക്തമായിട്ട് നമുക്ക് ക്ലിയർ ആയിട്ട് കാണാനൊക്കെ പറ്റും. ആൻഡ് സൂപ്പർവൈസ് ചെയ്യാനും എളുപ്പം രാവിലെയാണ്. അപ്പൊ അതുകൊണ്ടാണ്. ദെൻ പ്രിവെന്റ്സ് ഇല്ലീഗൽ ട്രാൻസ്പോർട്ട്. നൈറ്റ് ടൈം മൈനിങ് ഓഫൺ ലീഡ്സ് ടു ഇല്ലീഗൽ സാൻഡ് ട്രാൻസ്പോർട്ടേഷന് സാധ്യതയുണ്ട്. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ രാവിലെ വെക്കുന്നത്. ദെൻ സേഫ്റ്റി. വർക്കിംഗ് നിയർ റിവർ ബാങ്ക്സ് ഇൻ ദ ഡാർക്ക് ഈസ് റിസ്കി ആണ്. പക്ഷെ രാവിലെ ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി സേഫ് ആണ്. അപ്പൊ ആ റീസൺസ് ഒക്കെ കൊണ്ടാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ടേം പുറംപോക്ക് ഇസ് ഡിഫൈൻഡ് അണ്ടർ ഓപ്ഷൻ എ ദ കേരള ലാൻഡ് ഡെവലപ്മെന്റ് ആക്ട്, ഓപ്ഷൻ ബി ദ കേരള കൺസർവേഷൻ ഓഫ് പാഡി ലാൻഡ് ആൻഡ് ദ വെറ്റ്ലാൻഡ് ആക്ട് 2008, ഓപ്ഷൻ സി ദ കേരള ലാൻഡ് റിഫോംസ് ആക്ട് 1963 ആൻഡ് ഓപ്ഷൻ ഡി ദ കേരള ലാൻഡ് കൺസർവൻസി ആക്ട് 1957. ഏത് ആക്ടിലാണ് പുറംപോക്ക് എന്ന് പറഞ്ഞ ടേം പറഞ്ഞിട്ടുള്ളത്? ഓപ്ഷൻ ഡി ദ കേരള കൺസർവൻസി ആക്ട് 1957ലാണ്. ദ ടേം പുറംപോക്ക് ജനറലി റെഫേഴ്സ് ടു എന്താണ്? ദ ലാൻഡ് ദാറ്റ് ഈസ് നോട്ട് അസേർട്ടഡ് ഫോർ റവന്യൂ. അതായത് പുറംപോക്ക് ഭൂമി എന്ന് പറയില്ല, ഒരു അതിൽ നിന്ന് നമുക്ക് റവന്യൂ പ്രത്യേകിച്ച് ഒരു കാര്യങ്ങളും നമുക്ക് കിട്ടുന്നില്ല, വെറുതെ ഇട്ടേക്കുന്ന ഭൂമിനാണ് നമ്മൾ പുറംപോക്ക് എന്ന് പറയുന്നത്. യൂഷ്വലി മെന്റ് ഫോർ കോമൺ ഓർ പബ്ലിക് യൂസിന് വേണ്ടിയിട്ടായിരിക്കും. ലൈക്ക് പാത്ത് വേസ്, റിവർ മാർജിൻസ്, കനാൽസ് ആൻഡ് അതർ ലാൻഡ് ദാറ്റ് ഈസ് നോട്ട് പ്രൈവറ്റ്ലി ഓൺഡ്. പ്രൈവറ്റ്ലി ആരും ഓൺ ചെയ്യുന്നില്ല, പബ്ലിക് ആയിട്ട് ഇട്ടേക്കാണ്. ഈ ഏതെങ്കിലും നടപ്പാതയായിട്ടോ അല്ലെങ്കിൽ റിവറിന്റെ ഓരോ ആയിട്ടോ അല്ലെങ്കിൽ കനാൽ അങ്ങനെയുള്ള ഏതെങ്കിലും ലാൻഡ് ആയിട്ട് ഉപയോഗിക്കുന്നതാണ് നമ്മൾ പുറംപോക്ക് എന്ന് പറയുന്നത്. അവിടെ നമുക്ക് പ്രത്യേകിച്ച് റവന്യൂ ഒന്നും കിട്ടണില്ല. Among the given options, the act which defines and deals with the പുറംപോക്ക് ഏതാണ്? The Kerala Land Conservancy Act 1957 ആണ്. കേരള ലാൻഡ് ഡെവലപ്മെന്റ് ആക്ടിൽ എന്താ പറയുന്നത്? ഡീൽസ് വിത്ത് ലാൻഡ് ഡെവലപ്മെന്റ് ആണ്, പുറംപോക്ക് അതിൽ പറയുന്നില്ല. കേരള കൺസർവേഷൻ ഓഫ് പാഡി ലാൻഡ് ആൻഡ് വെറ്റ്ലാൻഡ് പറയുന്നത് പ്രൊട്ടക്ഷൻ ഓഫ് പാഡി ലാൻഡ് ആൻഡ് വെറ്റ്ലാൻഡ് ആണ്. നോ ഡെഫിനിഷൻ ഓഫ് പുറംപോക്ക് അതിൽ പറയുന്നില്ല. ദെൻ കേരള ലാൻഡ് റിഫോംസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ലാൻഡ് സീലിംഗും ടെനൻസി റിഫോംസും ഒക്കെയാണ് പറയുന്നത്. അവിടെയും എന്ത് പറയണില്ല? പുറംപോക്കിനെ പറ്റിയിട്ട് പറയുന്നില്ല. സോ പുറംപോക്കിനെ പറ്റിയിട്ട് പറയണ ഏതാണ്? കേരള ലാൻഡ് കൺസർവൻസി ആക്ടിലാണ് പുറംപോക്കിനെ പറ്റിയിട്ട് പറയുന്നത്. സോ ഡിഫൈൻസ് പുറംപോക്ക് ലാൻഡ് ആൻഡ് പ്രൊട്ടക്ട് ഗവൺമെന്റ് ഓർ പബ്ലിക് ലാൻഡ് ഫ്രം എൻക്രോച്ച്മെന്റ്. അത്രയാണ് നമ്മൾ ഈ സെക്ഷനിൽ പറയുന്നത്.